പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ തുടങ്ങുന്നു. ലക്ഷ്മി പണ്ട് ദൂരദർശനിൽ പ്രതികരണം പരിപാടിക്കായി കാത്തിരുന്നൊരു കാലമുണ്ട്. അതുപോലെ അജുവിൻ്റെയും സരിതയുടെയും പ്രതികരണ പരിപാടിക്കായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാൻ. അന്ന് പ്രതികരണം പരിപാടിയിൽ ദൂരദർശനിൽ വായിച്ചിടുന്നത് മായ ആരാണ് വായിച്ചിടുന്നത്? ഓർമ്മയില്ല? എനിക്ക് ഓർമ്മയില്ല. ഇല്ലല്ലേ? പ്രതികരണം പരിപാടി ഉണ്ടായിരുന്നു. അടുത്ത ആദർശ് പണിക്കർ. നമസ്തേ, കൊള്ളാം. പ്രതികരണം പരിപാടി പതിവ് പോലെ തന്നെ മനോഹരമായിരിക്കുന്നു. രണ്ടുപേരും ചുവപ്പിൽ തിളങ്ങി സുന്ദരന്മാരായിരിക്കുന്നു. സന്തോഷം. മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷകരുടെ എഴുത്തുകളും അവർക്കുള്ള മറുപടികളും നർമ്മത്തിൽ ചാലിച്ച സംഭാഷണങ്ങളും ഒക്കെയായി ആയിരക്കണക്കിന് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഈ പരിപാടിയെ ഒരു തരംതാണ പരിപാടി എന്ന പദപ്രയോഗത്തിലൂടെ വിശേഷിപ്പിച്ചത് വളരെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ചില ചന്തകളിൽ നിന്നുള്ള ഭാഷകൾ നാവും ചിന്തകളില്ല ചില ചന്തകളിൽ നിന്നുള്ള നിന്നുള്ള ഭാഷകൾ അനേക ആൾക്കാർ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇത്തരം ഇടങ്ങളിലേക്ക് എഴുതിവിടുന്നത് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്ന പ്രവൃത്തിയല്ല. അപ്പൊ ചന്ത തന്നെ എഴുതിവിട്ടത് ഒരു സ്ത്രീ നാമധേയം ആയതുകൊണ്ടാണ് കൂടുതൽ എഴുതാത്തത്. എന്തായാലും പ്രതികരണം പരിപാടി ഇപ്രാവശ്യം ഉജ്ജ്വലമായിരുന്നു. രണ്ടുപേർക്കും ആശംസകൾ. ഉജ്ജ്വലമായിരുന്നു, പ്രഹൂതമായിരുന്നു. രണ്ടുപേർക്കും ആശംസകൾ. പിക്ചർ ക്ലാരിറ്റി മനോഹരം, ലൊക്കേഷൻ പ്രിയതരം, ഹാപ്പി, സ്നേഹം, ഇഷ്ടം, സസ്നേഹം, പണിക്കർ. വേണ്ട, അതായത് പ്രതികരണം പരിപാടിനെ കുറ്റം പറഞ്ഞിട്ട് അത് ആവശ്യമില്ലാത്തതാണ് നിങ്ങൾ തോന്നിയ പോലെ എന്താ പറയാ, നമ്മുടെ പ്രേക്ഷകരെ അപമാനിക്കുന്ന തരത്തില് ഒരു കമന്റ് ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി ആയിട്ടാണ് ആദർശ പണിക്കർ എഴുതി വന്നിട്ടാ. ആദർശ പണിക്കർ കുറെ പേര് അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രതികരണം പരിപാടി ആര് പറഞ്ഞാലും നിർത്തരുത്. അവർക്ക് എന്തും പറയാം. നമ്മൾ എഴുതിയത് വായിച്ചാൽ കിട്ടുന്ന സന്തോഷം നമുക്കല്ലേ അറിയൂ. പിന്നെ ചുവപ്പ് ഡ്രസ്സിൽ രണ്ടുപേരെയും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാനും ഉള്ളിലേക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഉള്ളിലേക്കും കുറച്ച് പേരൊക്കെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. അത് ഈ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോഴേ കുറേ പേർക്കൊക്കെ കൊറിയർ വഴി മതി എന്ന് പറയും. പക്ഷെ ഈ പ്രൊഫഷണൽ കൊറിയർ വഴിയാവുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിട്ടില്ല. അവരെ ഓഫീസിൽ പോയിട്ട് നമ്മൾ വാങ്ങിക്കണം. അവരെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുക ചെയ്യാം. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് വാങ്ങിക്കണം. വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ആ പൈസയും കൂടുതലാന്ന് തോന്നുന്നുണ്ട്. ചാർജും കൂടും, പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അപ്പൊ പോസ്റ്റ് ഓഫീസ് വഴി അയക്കണേനാണ് കുറച്ച് കാലതാമസം വരണത് കേട്ടാ. പക്ഷെ നിങ്ങൾക്ക് എത്തും, പേടിക്കണ്ട. അടുത്തത് TA ഹരി. ഹായ് സരിതക്കുട്ടി, അജുവേട്ട. എൻ്റെ കമന്റ് വായിച്ച് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആദ്യമായിട്ടിട്ട കമന്റ് തന്നെ ആദ്യം വായിച്ചപ്പോൾ അതേ സന്തോഷം. പിന്നെ ഇത് ഞാൻ വായിച്ചത് ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങിയപ്പോഴാണ്. ഞായറാഴ്ച ഞാനൊരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നു. കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ഛൻ കോവിൽ, തിരുമല, കുറ്റാലം എന്നീ സ്ഥലങ്ങൾ കാണുവാൻ പോയതാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു സമാജംകാർ കൊണ്ടുപോയതാ. അങ്ങനെ എനിക്കും ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ സാധിച്ചു. ആര്യങ്കാവിൽ തൊഴുതിറങ്ങി മറ്റുള്ളവരെ കാത്തിരുന്നപ്പോൾ വെറുതെ ഫോൺ നോക്കിയപ്പോൾ നിങ്ങളുടെ പ്രതികരണം പരിപാടി. അതിൽ എൻ്റെ കമന്റ് ആദ്യം വായിക്കുന്നു. ഇതിൽ പരമ സന്തോഷം വേറെ ഉണ്ടാകാനില്ല. അടുത്തത് വിമല. അജൂസ് ഫാമിലി മെമ്പേഴ്സ്. സരിത ഇന്നത്തെ പ്രതികരണം പരിപാടി കണ്ടു. റെഡ് കളർ ഡ്രസ് സൂപ്പർ, നന്നായി ചേരുന്നു. പ്രതികരണം നിർത്തരുത്. കാണാൻ ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ കണ്ടു തുടങ്ങിയിട്ട്. ഇപ്പോൾ കാത്തിരിക്കും കാണാൻ. പല്ലെടുത്താൽ 2 ദിവസം കഴിഞ്ഞ് ഉപ്പ് ചേർത്ത് ചെറിയ ചൂടിൽ വെള്ളം കവിൾ കൊണ്ടാൽ മതി, നീര് മാറും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരിയാണ്. ഉപ്പ് വെള്ളം പല്ലെടുക്കണവർക്ക് നമ്മുടെ വക ടിപ്പാണ് കേട്ടാ. അതായത് ആദ്യത്തെ ഒരു ദിവസം മാത്രം ഐസ് വയ്ക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട്, കല്ലുപ്പിട്ടിട്ട് വായിൽ ഇങ്ങനെ പിടിക്കുക. കുറച്ച് കഴിയുമ്പോൾ തുപ്പി കളയുക. വീണ്ടും പിടിക്കുക, തുപ്പി കളയുക. 3 വട്ടം ചെയ്താൽ മതി. എല്ലാ ദിവസവും 2-3 വട്ടം. പെട്ടെന്നാണ് വലിയും. എൻ്റെ സാധാരണ പോലെ നീര് കൂടി വരും. എല്ലാവരും മാറി കേട്ടാ. അടുത്തത് പ്രേമ മോഹൻദാസ്. Every day you are uploading different content videos. That is your success. Keep on. Continue. Thank you. അടുത്തത് സാധന സതീഷ്. സരിത, ഞാനും കഴിച്ചില്ല. കൂർക്ക കണ്ണൂരിൽ ഇല്ല എന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെടി തരണേ. കൂർക്കര ചെടിയല്ല ശരിക്കും, കൂർക്കര വിത്തുണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഡിസംബർ മാസം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് ഇനി നാളെ പറിക്കണം. നമുക്ക് വീഡിയോ എടുക്കണം. ഇന്നവിടെ പറമ്പില് ഞങ്ങൾ ഓരോ ചെയ്ത് നിൽക്കുമ്പോ അല്ല ചേട്ടൻ വന്നേ കൂർക്ക പറിച്ചോക്കായിരുന്നില്ലേ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു പറിക്കാറായേന്. അപ്പോഴാണ് അല്ല ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ 3 ട്രിപ്പ് പറിച്ചു കൂട്ടാൻ വെച്ചു. നമ്മളൊക്കെ ഒരുമിച്ച് വെച്ചതല്ലേ. അവിടെ അല്ല ചേട്ടൻ പാപ്പ 3 പ്രാവശ്യം
കഴിഞ്ഞ ഞായറാഴ്ച അവര് ബീഫും കുറുക്കി വെച്ചു. ആ അപ്പൊ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു. അപ്പൊ അതിന്റെ മുന്നേ ഒരു വട്ടം കൂർക്കുപ്പേരി വെച്ചു, ഒരു വട്ടം വീട്ടിലത്തെ കോഴീനെ കൊന്നപ്പോ കോഴിയും കുറുക്കി വെച്ചു. അങ്ങനെ 3 ട്രിപ്പ് ഞങ്ങൾ കൂട്ടാൻ വയ്ക്കല് കഴിഞ്ഞു. അപ്പോഴാണ് ചെറിയേട്ടൻ വന്നത്. നിങ്ങൾ ഇതുവരെ പറിച്ചില്ല, ഞാൻ 1 മാസമായി പറിച്ചു വെച്ചു തുടങ്ങിയിട്ടെന്ന്. അപ്പൊ ഞങ്ങൾ അയ്യോ ഇനി നമ്മൾക്ക് അപ്പൊ ഒന്നും ആയില്ലേ ദൈവമേ വെച്ചിട്ട് നമ്മുടെ പച്ച കളറിൽ തന്നെ നിൽക്കുക. അത് കാരണം ഞങ്ങൾ ശ്രദ്ധിക്കാഞ്ഞ് ഇത്തിരി മഞ്ഞച്ചു തുടങ്ങി. ഇങ്ങനെ ഉണങ്ങി തുടങ്ങുമ്പോഴല്ലേ നമ്മള് പറിക്കുക. പറിക്കാറായിട്ടില്ല. എന്നിട്ട് ഒരെണ്ണം പറിച്ചു നോക്കിപ്പോണ്ട് കടക്ക് എത്രക്കുണ്ട്? നല്ലോണുണ്ട്. ചേട്ടൻ കണ്ടപ്പന്നെ പറയും, ഇവിടെ കൂർക്ക നിൽക്കണ കണ്ടപ്പന്നെ പറൂട്ടാ, ഇതിന്റെ കടക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്, ആ മണ്ണിന്റെ അത് കണ്ടാ അറിയാം, പറിച്ചു നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 5 പറിച്ച് 5 കട പറിച്ച് ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കൂട്ടാനായി. ഉച്ചക്ക് നമ്മുടെ കൂർക്കയായിരുന്നു, നമ്മുടെ ജൈവ കൂർക്ക. എന്തൊരു ടേസ്റ്റായെന്നറിയോ? കുറച്ച് കൂട്ടാൻ ബാക്കി വന്നിട്ടുണ്ട്, അത് വൈകുന്നേരത്തേക്ക് ജൈവം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതിന് ഞാൻ കണ്ണ് വയ്ക്കാവോ? കാത്തിരുന്ന് കാണാം. ആരോട്? നാളെ നമുക്ക് കൂർക്ക പറിക്കാട്ടാ. അടുത്ത് തങ്കാവി. എന്നിട്ട് കൂർക്കര തൈ വേണമെന്നല്ല പറഞ്ഞത്, തൈയല്ല, കൂർക്കര തലയാണ് നടുക. തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്ക, അതായത് ഈ കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്ക പറിക്കും. അപ്പം അതിൽ മുഴുത്ത നല്ല വിത്തുകൾ നോക്കിയിട്ട് അതിൻ്റെ നമ്മൾ എടുക്കും. എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ, അതായത് ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോൾ അതിന് മുകളിൽ മുള പൊട്ടും. മുള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നമ്മള് ഈ എന്താ പറയാ, ഉരുളക്കിഴങ്ങൊക്കെ മുളക്കില്ലേ, അതുപോലെ ഇങ്ങനെ കുഞ്ഞു മുളകൾ വരും. അപ്പോൾ ആ സാധനം മണ്ണിൽ നമ്മൾ നടണം. ഇതൊക്കെ ഇട്ടിട്ട് വളമൊക്കെ ഇട്ടിട്ട് മണ്ണിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ വലിയ തലപ്പുകളായിട്ടാണ് വലുതാവും. അപ്പോൾ ആ തലപ്പുകൾ നുള്ളി നമ്മൾ ഈ ജൂലൈ മാസം ആഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ നടണം. അതുമിലാണ് വിത്തുണ്ടാവുക, അല്ല അതുമിലാണ് ഈ കോക്കിൻ്റെ കൃഷി അറിയാത്തവരെ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മൾ തന്നെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. കൂർക്ക കൃഷി എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി, ഈ യൂട്യൂബിൽ ഇഷ്ടം പോലെ എൻ്റെ വീഡിയോ കേട്ടോ. കൂർക്ക ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ. പിന്നെ എല്ലാ മണ്ണിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഇവിടുത്തെ തൃശ്ശൂർ ജില്ലയിലെ കാലാവസ്ഥ കൂർക്ക കൃഷിക്ക് അനുയോജ്യമാണ്. പ്രത്യേകിച്ച് ഭൂകമ്പ പ്രദേശമല്ലേ, മറ്റേ ദേശമംഗലം, വരവൂർ കൂർക്കയ്ക്കാണ് ഏറ്റവും ഡിമാൻഡ്. കൂർക്കനെ പറ്റി എന്തെല്ലാം പറഞ്ഞു. അടുത്തത് ശ്രീകല. നിങ്ങളുടെ പ്രതികരണം ഇഷ്ടപ്പെടാത്ത ആരോ കാക്കയായി വന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്നതാവും, പിന്നെ സൂക്ഷിച്ചോ. ജഗദീഷിന്റെ ഡയലോഗ് പറയേണ്ടി വരും. കാക്ക തോന്നുന്നു. അടുത്തത് അർജുൻ വി കെ. നമസ്കാരം. അനുചേട്ടനെയും സരേച്ചിയും റെഡ് കളറിലുള്ള ഡ്രസ്സിൽ കാണാൻ വളരെ ഭംഗിയുണ്ട്. പതിവ് പോലെ ഇന്നത്തെ പ്രതികരണം പരിപാടിയും ഒരുപാട് ഇഷ്ടമായി. ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ലോഡഡ് ചിക്കൻ ഫ്രൈസ് ഉണ്ടാക്കി, വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. റെസിപ്പി പറഞ്ഞതിൽ ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ. വെരി ഹാപ്പി ആൻഡ് ബ്യൂട്ടിഫുൾ സൺഡേ. അടുത്ത് വിനോദിനി കെ പി. അയ്യോ, ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ പ്രതികരണം നിർത്തരുത്, എനിക്കിഷ്ടമാണ്, ഞാൻ കാണാറുണ്ട്, ഞാൻ ഇടുന്ന കമന്റ് എത്രയോ തവണ നിങ്ങൾ വായിച്ചിട്ടുമുണ്ട്, ഇഷ്ടമില്ലാത്തവർ കാണണ്ട. അത് ആളുകളുടെ രോഷം നമുക്ക് അറിയണ്ടേ, ആളുകൾ പ്രേക്ഷകർ നമ്മുടെ ആളുകൾ അറിയണ്ടേ. അടുത്തത് ഷിജി പുന്നോക്കിൽ. പ്രതികരണം പരിപാടി ഞങ്ങൾക്ക് ഇഷ്ടം, ഈ പറഞ്ഞ ആൾ കാണാണ്ടാട്ടോ. ഇമ്രാന്റെ കുസൃതികൾ ചിരിയോടെ കേട്ടിരുന്നു. പിന്നെ ചാർലി ഐസ് അലിഞ്ഞു പോകുന്നതാണെന്ന് അറിയില്ലല്ലോ. ഇപ്പൊ ഒരു ഐസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൈൻഡില്ല കേട്ടാ, മനസ്സിലായില്ല. 2-3 വട്ടം കൊടുത്തു കഴിഞ്ഞപ്പോ അതെ, ഇനിയും ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട. അടുത്ത് ബേബി സൂര്യ പാലക്കാട്. അജുവേട്ട ആൻഡ് സരിത, എനിക്ക് ഈ കല്യാണം കഴിഞ്ഞു പോയപ്പോൾ പായസത്തിൽ ഉപ്പിട്ട് തന്നു. കരയണ ഇമോജിട്ടേക്ക. എനിക്ക് ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ വരണം, അത് വലിയ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും നമുക്ക് കാണാം. അങ്ങനെ ഓരോ പണികളൊക്കെ ഓരോരുത്തരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പായസം ഉപ്പിട്ട് കൊടുക്കുക, എന്തൊരു ചതിയല്ലേ ചെയ്യുന്നതില്ലേ. നവവധുക്കളെ അവരെ വധുവരന്മാരെ റാഗിങ് അല്ലേ. എന്തിട്ട് കിട്ടാനാണ് അന്നത്തെ ദിവസം നല്ല ഓർമ്മ എന്നിട്ട് പറയാ. അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് മറക്കാൻ പറ്റണ ദിവസം അല്ലല്ലോ നമ്മുടെ കല്യാണ ദിവസം എന്ന് പറയണത് അല്ലേ. പിന്നെ വീണ്ടും അതിനെ അവിസ്മരണീയമാക്കാൻ ഇങ്ങനെ ഒരേ കൊനഷ്ടം കൂടിയും ചെയ്യണം അല്ലേ. അടുത്തത് ബിന്ദു ധനജൻ. പ്രതികരണം പരിപാടി കാണാൻ ഇഷ്ടമില്ലാത്തവർ അത് കാണണ്ട, അത് കാണാൻ എന്നെ പോലെ ഉള്ളവരുണ്ട്, ഓരോരുത്തർ പാര വെക്കാനായി ഇറങ്ങിക്കോളും. ദയവ് ചെയ്ത് ഇത്തരം നെഗറ്റീവ് കമന്റുകളുമായി ആരും വരല്ലേ. രണ്ടുപേരും ചേർന്ന് രസകരമായി നടത്തുന്ന പ്രതികരണം പരിപാടി ഒരിക്കലും നിർത്തരുതേ എന്ന് അപേക്ഷിക്കുന്നു. ഡോണ്ട് വറി, ഞങ്ങൾ നിർത്തുന്നതല്ല. അത് സുഖമല്ല, ഏറ്റവും സുഖം
ഉള്ള വീഡിയോ ആണിത്. വെറുതെ ട്രൈപോഡിൽ ക്യാമറ വയ്ക്കുക, കസാരട്ട് ഇവിടെ ഇരിക്കുക. അത് പറഞ്ഞിട്ടല്ലേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വീഡിയോ കൂടിയിട്ടാണ് ഇതെടുക്കുന്ന. ഇത് ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും. ഈ 1 മണിക്കൂർ 10 മിനിറ്റ് നേരം ഈ കോളിനോ പുഞ്ചിരിയുമായിട്ടിരിക്കാൻ നേരം മുന്നില് മനസ്സിലായ. അല്ല മറ്റേറെ പണി എടുക്കണ്ടല്ലോ. അല്ല എന്നാലും ഒരു പണി തന്നെയാണ്. നമ്മളിത് പ്രതികാരം പരിപാടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു മറ്റേ വീഡിയോ എടുക്കണേക്കാളും ക്ഷീണിച്ചിട്ടാണ് നമ്മൾ പോണത്. അല്ല ക്ഷീണം തോന്നാറില്ല. തോന്നില്ല. അടുത്തത് ആനന്ദലത. അയ്യോ പ്രതികരണം നിർത്തല്ലേ, നല്ല പരിപാടിയാണ്, ഇഷ്ടമില്ലാത്തവർ പറയുന്നത് മൈൻഡ് ചെയ്യണ്ട. അങ്ങനെയുള്ളവരെ ഞങ്ങൾ വായിക്കില്ല കേട്ടോ. പ്രതികരണ പരിപാടിയുടെ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നവരെ ഞങ്ങൾ അഭിപ്രായം പറയുന്നവരല്ല, എതിരഭിപ്രായം പറയുന്നവരെ ഞങ്ങൾ വായിക്കില്ല. അടുത്ത അശോക് വേൾഡ്. ഓരോ ദിവസവും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ച് പ്രേക്ഷകരുടെ മറുപടി കേൾക്കുന്നതോടൊപ്പം തെറ്റും ശരിയും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതിന് പ്രതികരണം പരിപാടി ഒരു തടസ്സമേ അല്ല. എല്ലാ ആഴ്ചയിലും പ്രതികരണ പരിപാടി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം തേടാം. പ്രേക്ഷകരുടെ അഭിപ്രായം നമ്മൾ അതിൽ കേട്ടില്ല, ഇപ്പൊ ഈ പറഞ്ഞ എല്ലാവരും പറയണ്ടല്ലോ. അടുത്ത മിനി എസ് കുമാർ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പ്രതികരണ പരിപാടിയാണ്, മറ്റുള്ളവർക്ക് എഴുതാനുള്ള പ്രചോദനമാണ്. അത് ശരിയാ, എല്ലാവർക്കും ഇങ്ങനെ എഴുതണവർക്ക് വീണ്ടും വീണ്ടും അവരുടെ ഭാവന കൊണ്ടുവരും. അല്ല നമ്മളന്ന് SPM പോയി അമേരിക്കയിൽ നിന്ന് നിന്നിട്ടുള്ളൊരു പെൺകുട്ടി പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ് പ്രതികരണ പരിപാടി എന്ന് പറഞ്ഞില്ലേ. പിന്നെ ജോലി സ്ഥലത്തുനിന്നൊക്കെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യും, കുറെ ദൂരം ഉണ്ടാവും. അപ്പൊ നമ്മുടെ പ്രതികരണ പരിപാടി ഓണാക്കി ഇട്ടിട്ടാണ് കേക്കല്ലേ വേണ്ടത്, കാണണമെന്നില്ലല്ലോ. അതുപോലെ കുറെ പേര് ജോലികൾ ചെയ്യുമ്പോ ഇത് റേഡിയോയിൽ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ കാർ ഓടിപ്പിച്ച് പോകുമ്പോ ഇങ്ങോട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അടുത്തത് രാജി. ഹായ് അജു, സരിത, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ല, പ്രതികരണം പരിപാടി അല്ല, നാളെ ഇത് കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ആവും. അതെ, പ്രതികരണം പരിപാടി കാണുമ്പോൾ എന്ത് രസമാണെന്നോ. അജു പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുന്നോട്ടെ, ഞങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടമാണ്. ലവ് യു ഡിയേഴ്സ്, ഗോഡ് ബ്ലസ് യു. അടുത്തത് സിനി ശ്രീ കിച്ചൺ. സരിത കാക്ക കൊള്ളാം, കാക്കയെ വെല്ലുന്ന കരച്ചിൽ. അല്ല കാക്കരവിളിയെ നന്നായി സരിതാനുകരിക്കും. എന്തുട്ടാന്ന് വെച്ചാൽ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഈ കാക്ക ശബ്ദം ഉണ്ടാക്കും. ഇവിടെ വന്നിരുന്ന് ഇവിടെ മുന്നിൽ നിറച്ചു മരങ്ങളല്ലായിരുന്നു ബാക്കില്. അപ്പൊ ഈ ഇലഞ്ഞീരൊക്കെ കൊമ്പുമ്പോ വന്നിരുന്നിട്ട് ഇങ്ങനെ കുറെ നേരം ആകുമ്പോ നമുക്ക് പ്രാന്ത് പിടിക്കും കേൾക്കുമ്പോ. ഇപ്പൊ ഈ കോഴിയുടെ നിലവിളി ഉണ്ടായിരുന്നില്ല, അതുപോലെ കാക്കകൾ വന്നിരുന്നിട്ടാക്കുമ്പോ അപ്പൊ ഞാൻ ഇതുപോലെ ആക്കും. ഞാൻ ഒളിച്ചു നോക്കും. അപ്പൊ വീട്ടുകളൊക്കെ ഈ സൗണ്ട കേട്ട് കഴിഞ്ഞാൽ പകപ്പാ, ഇത് എവിടെന്നാ പെട്ടെന്ന് വീട്ടുകളുടെ ഭാവം മാറും. എന്നിട്ട് ഇങ്ങനെ എനിക്കത് കേൾക്കാൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിളിച്ചു നോക്കും. ലാസ്റ്റ് വീട്ടുകൾ പറന്നു പോകും പേടിച്ച്. ഏത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ശബ്ദം അല്ല കാക്കകളെ നിരീക്ഷിക്കാൻ നല്ല രസാട്ടാ. ഈ പട്ടികളെ നിരീക്ഷിക്കുന്ന പോലെ തന്നെ കാക്കകൾ നമ്മുടെ മുറ്റത്തൊക്കെ വന്ന് ഓരോന്ന് ചെയ്യുന്നില്ലേ, അവരെ ശരിക്കും നിരീക്ഷിച്ച് കഴിഞ്ഞാൽ വൈലപ്പിളിയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഭംഗിയായിട്ട് അതിനെക്കുറിച്ച് കാക്കേനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത് നിരീക്ഷിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓരോ ചലനങ്ങൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കാണാനുണ്ട്, മനസ്സുകൊണ്ട് ആനന്ദിക്കാനുണ്ട്. അടുത്തത് സിന്ധു നായർ. ഞാൻ പ്രതികരണം കാണാൻ വെയിറ്റ് ആണ് എപ്പോഴും. ഓരോ ആൾക്കാർക്ക് കുശുമ്പ അസൂയ. ഇത് സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ തൃശ്ശൂർക്ക് എത്തൂട്ടോ. നമ്മളെ ആളുകളുണ്ടാ ഭയങ്കര. അടുത്തത് ഡാലിയ ദിവാകരൻ. കൊള്ളാം, സൂപ്പർ വീഡിയോ. കാക്കയുമായുള്ള മത്സരം കലക്കി. എനിക്ക് നിങ്ങളുടെ ഹോം സ്റ്റേയിൽ വരണമെന്നുണ്ട്, ഒരിക്കലും നടക്കില്ല എന്നറിയാം. എങ്കിലും ഇത് നിങ്ങൾ കാണുമോ എന്നറിയില്ല. എൻ്റെ കമന്റ് പണ്ട് വായിക്കാറുണ്ടായിരുന്നു, ഇപ്പോഴില്ല. എങ്കിലും വീഡിയോ കാണും. നമ്മുടെ ഹോം സ്റ്റേയിൽ വരാൻ ഹോം സ്റ്റേ തുടങ്ങട്ടെ കേട്ടാ. എന്താ നടക്കില്ല എന്ന് പറയണേ? ഒരിക്കലും നടക്കില്ല എന്ന് അല്ല, നമ്മൾ ചിലപ്പോ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം നടക്കും. അങ്ങനെയുണ്ട് ഇല്ലേ? ഇന്നാള് ഞാൻ തലവര എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. അർജുൻ അശോകന്റെ സിനിമയാണ്. OTT-യിൽ ഇറങ്ങിയപ്പോഴാണ് കണ്ടേട്ടാ. അപ്പൊ അതിൽ അർജുൻ അശോകന്റെ അമ്മ പറയണത് അങ്ങനെ എപ്പോഴും ജോലിക്ക് ഇന്റർവ്യൂവിനെ പോവാൻ നിൽക്കുമ്പോൾ പറയും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോയാൽ മതി കേട്ടാ, അപ്പൊ കിട്ടും. സിനിമയില് ഓഡിഷന് പോകുമ്പോൾ പറയും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോട്ടെ, അപ്പൊ കിട്ടും. അങ്ങനെ അപ്പൊ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു, അപ്പൊ വരാൻ പറ്റും. അടുത്തത് അനിത ദേവി. സരിത നല്ലൊരു പാട്ടുകാരിയാണെന്ന് അറിയാം, ദേ ഇപ്പൊ ഒരു മിമിക്രിക്കാരിയാണെന്ന് തെളിയിച്ചു. എത്ര ഭംഗിയായിട്ടാണ് കാക്കയുടെ കരച്ചിൽ അനുകരിച്ചത്. അടുത്തത് ദരിത്രി വിയൻ. ഞാൻ 1/2 കിലോഗ്രാം ഉള്ളിലേഹ്യം വാങ്ങി, സൂപ്പർ സാധനം. ഇനി 1 കിലോയ്ക്ക് ഓർഡർ കൊടുക്കുന്നുണ്ട്. കുറെ പേര് അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടാ. നമ്മുടെ ഉള്ളിലേക്ക് ഇഷ്ടപ്പെട്ടു, വീണ്ടും ഓർഡർ കൊടുക്കുന്നുള്ളത്. അതിലത്തെ ഒരെണ്ണം മാത്രമാണ് നമ്മൾ വായിച്ചത്. അടുത്ത് നൗഷാദ് കല്ലുങ്കൽ. നിങ്ങളുടെ ചാനലിന്റെ കാതൽ ഈ പ്രതികരണ പരിപാടിയാണ്. എത്ര വ്യൂവേഴ്സ് കുറഞ്ഞാലും പരിപാടി നിർത്തരുത്. ഇല്ല, നിർത്തില്ല ചേട്ടാ. നൗഷാദ് കല്ലുങ്കൽ എന്നെ ഓർമ്മയില്ലേ? നമുക്ക് പണ്ട് കമന്റുകൾ ഇഷ്ടം പോയി വരുന്നു.
ഒരു വട്ടം നമ്മുടെ മുരിങ്ങേരല് വെട്ടിയപ്പോ ചീത്ത പറഞ്ഞ ആളല്ലേ. പിന്നെ നമുക്ക് ആട്ടിറച്ചിയുടെ ഒരു നല്ലൊരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട്, വന്നിട്ട് നമ്മളത് വെച്ചിട്ടുണ്ട്. അടുത്തത് വിനീത ചന്ദ്രൻ. കമന്റ് കാണാത്തവർ കാണണ്ട, ഞാൻ ഇതുവരെ എന്റെ കമന്റ് വായിക്കാത്ത വിഷമത്തിലാണ് കുട്ടികളെ. അതെ, ഇപ്പൊ വായിച്ചില്ലേ, അപ്പൊ വിഷമം മാറിയില്ലേ. അടുത്തത് അപ്പു കുന്നാവ്. ഞായറാഴ്ചത്തെ പരിപാടിയുടെ പരസ്യം തിങ്കളാഴ്ച രാവിലെ 11 പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടു. അതെ, അത് 2-ാം തീയതിയാണ് നമ്മുടെ നവംബർ 2-ാം തീയതിയാണ് നമ്മുടെ നാടക പരിശീലനം സൺഡേ തിയേറ്റർ തൃശ്ശൂർ ആരംഭിക്കുന്നത്. 3-ാം തീയതിയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 2-ാം തീയതിയാണ് നടക്കുക, ഞായറാഴ്ച, തിങ്കളാഴ്ചയാണ്. സത്യത്തിൽ ആ വീഡിയോ ഞായറാഴ്ച 3-4 ദിവസം മുന്നെടുത്തതാ, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഞായറാഴ്ചക്ക് മുന്നേ അത് അപ്ലോഡ് ചെയ്യുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഓരോ വീഡിയോ ഇതിട്ടില്ല. ഇത് ലാസ്റ്റ് ഇട്ടത് തിങ്കളാഴ്ച ആയിപ്പോയി. കുഴപ്പമില്ല, നാളെയും വരാം അടുത്ത ഞായറാഴ്ചയിൽ. നാളെ മീൻസ് ഞായറാഴ്ച, ഈ വീഡിയോ ഇടുന്ന ദിവസം ഞായറാഴ്ച ഇന്ന് വരാം. അപ്പോൾ അത് 3 ആഴ്ചക്കുള്ളിൽ കയറിയാൽ മതി, ക്ലാസ്സിൽ വന്ന് തുടങ്ങിയാൽ മതി. ഇന്ന് അങ്ങനെ ഒരു നിബന്ധന അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഞായറാഴ്ചയും വരാം, അടുത്ത ഞായറാഴ്ചയും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തത് ലിമി ശശി. നാട്ടിൽ ആർക്കും വേണ്ടാത്ത ചുണ്ടങ്ങ ഇത്രയും പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ആളുകൾ തിരക്കി നടക്കുന്ന സ്റ്റേജിൽ എത്തിച്ച അജൂസ് വേൾഡിന് അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ചുണ്ടങ്ങ എവിടെ കണ്ടാലും നിങ്ങളെയാണ് ആദ്യം ഓർക്കുക. നല്ല സന്തോഷമുള്ള കാര്യം. അടുത്ത ഗീത സന്തോഷ്. ഇന്ന് രാവിലെ 9:01 AM വീഡിയോ നോട്ടിഫിക്കേഷൻ കണ്ടു. ഞാൻ ആ ഫോൺ എന്റെ സൈഡിലേക്ക് തന്നെ, ആ ഫോണിന്റെ സൈഡിലേക്ക് നോക്കാനേ പോയില്ല. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നാൽ എൻ്റെ പണികളൊന്നും തീരില്ല. അതുകൊണ്ട് എല്ലാ പണിയും വേഗം തീർത്തിട്ട് ഞാൻ റിലാക്സ് ആയിട്ട് വീഡിയോ കണ്ടു. 3 വിഭവവും സൂപ്പർ. പഴയ വീഡിയോ എനിക്കും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഞാൻ ഉള്ളിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡിയറസ്റ്റ് അജു, സരിത ആൻഡ് ജഗ്ഗുക്കുട്ട. സന്തോഷം. അപ്പൊ അതിനൊരു അടിയിലൊരു കമന്റ് ഉണ്ടായിരുന്നു, ശരിയാണെന്ന്. അതിന്റെ അടിയിലൊരു റിപ്ലൈ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ആരാണ്, അത് ചേട്ടൻ എടുത്തിട്ടില്ല. ഇത് ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിട്ടേ ഞാൻ വായിച്ചപ്പോ ഉണ്ടായിരുന്നു. ശരിയാണ്, ഞാനും അതെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കാണാനിരിക്കാന്ന് വന്നിട്ട്. എന്തോരം ഭർത്താക്കന്മാരാണെന്ന് അറിയോ നമ്മളെ. കൊറേ ഭർത്താക്കന്മാര് നമ്മളെ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോ പറയും, നിങ്ങൾ കാരണം കാലത്ത് നേരത്തിന് ഭക്ഷണം കിട്ടില്ല. എന്നിട്ട് കാരണം 9 മണിക്ക് വരുമ്പോ ചിലവർ 9 മണിക്ക് തന്നെ കാണാനിരിക്കും ഭക്ഷണം. അടുത്തത് വഹീദ ജാഫർ. അജു ആൻഡ് സരിത, ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ ന്യൂ ബിസിനസ്. അടുത്ത് തന്നെ എൻ്റെയും ഒരു ഓർഡർ വരും. നിങ്ങളുടെ നമ്മുടെ ചാനലും ബിസിനസ് ഉയരങ്ങളിൽ എത്തട്ടെ. പിന്നെ ചുണ്ടങ്ങി ഇത്രയും നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവന്ന് ചുണ്ടങ്ങ സ്റ്റാർ ആയല്ലോ. ചുണ്ടങ്ങയുടെ താങ്ക്സ് ഉണ്ട് കേട്ടോ. ചുണ്ടങ്ങ മഴ ഈ വീട്ടില് ഇഷ്ടംപോലെ തൈകൾ മുളയ്ക്കുന്നുണ്ട്. അടുത്തത് നവനീഷ് ഗുരുവായൂർ. അതിന്റെ ബിസിനസ് ചെയ്തുകൂടെയും ചോദിക്കേണ്ട ആൾക്കാര്. തൈ അതിന്റെ ബിസിനസ് ചെയ്യാനുള്ളതില്ല. നവനീഷ് ഗുരുവായൂർ 26/06 2-ാം തീയതി ഉള്ള പരിപാടി 3-ാം തീയതി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചേട്ടാ പോവാൻ പറ്റാ? അതെ. അടുത്തത് ബിന്ദു ജി നായർ. ജിമ്മിലും പോയി ഡയറ്റും നോക്കി മര്യാദയ്ക്ക് ജീവിച്ചു വന്ന ഞാൻ നിങ്ങളുടെ ചട്ടിച്ചോറും കൊണ്ടാട്ടവും കണ്ടു, കഴിക്കലും കണ്ടു, സമനില തെറ്റിയ ഞാൻ. ഡയറ്റ് പോട്ട പുല്ല് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നാളെ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അജുവിന്റെ ഭാഷ കടമെടുത്താൽ എൻ്റെ ഡയറ്റ് ദൈവങ്ങളെ എന്നോട് ക്ഷമിക്കണേ. എല്ലാവരും ഭയങ്കര തമാശക്കാരായില്ലേ. വീഡിയോ കണ്ടിട്ട് തമാശ വരാത്തവരും അല്ലെ പറയാത്തവര് പോലും പറഞ്ഞു തുടങ്ങി പറയുന്നത്. അല്ല, ഒരിക്കലും ഫുള്ളായിട്ടും ചോറ് ഒഴിവാക്കരുത്. കാർബോഹൈഡ്രേറ്റ് ഫുള്ളായിട്ടും കട്ട് ചെയ്തിട്ട് നല്ല ഡയറ്റ് നമ്മൾ ചെയ്യരുത് കേട്ടാ. നമ്മൾ ആവശ്യത്തിനുള്ള ചോറ് കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് എനർജി ഉണ്ടാവില്ല, നമ്മുടെ മുടി കൊഴിച്ചിലും വരും. കാർബോഹൈഡ്രേറ്റ് ഫുള്ളായിട്ട് ഒരിക്കലും കട്ട് ചെയ്യരുത്. അത് വളരെ അശാസ്ത്രീയമായ ഡയറ്റിംഗ് ആണെന്നാ പറയണേ. അപ്പൊ ഉച്ചയ്ക്ക് എന്തായാലും ചോറുണ്ടോ, ഒരു കുഴപ്പമില്ല. അതിപ്പോ ഈ ചട്ടിച്ചോറ് കഴിക്കാൻ തോന്നി ചട്ടിച്ചോറ് കഴിച്ചോ. കുറച്ച് ചോറ് കഴിക്കണം. കുറച്ച് എന്തായാലും കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ഉഷാറും ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ഒരു എനർജി ഉണ്ടാവില്ല. കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് കിട്ടണമല്ലോ ശരീരത്തിന്. അടുത്ത ഷാ ആൻ. ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിച്ചെന്ന് മക്കൾ വഴക്ക് കൂടുമ്പോൾ പറയാറുണ്ട്. ഇതിപ്പോ ചുണ്ടങ്ങ അത്ര മോശക്കാരനല്ലല്ലോ. സരിതയ്ക്ക് ചട്ടിച്ചോറ് നല്ല ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി. ഇന്ന് ഞങ്ങൾ അതുണ്ടാക്കിയേ. കൂർക്കുപ്പേരി വേവിച്ചു, അത് കാച്ചാൻ പോവാ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ കാച്ചിക്കോ, അപ്പോഴത്തേക്ക് ഞാൻ വേഗം ചട്ടിച്ചോറ് ശരിയാക്കാന്ന് പറഞ്ഞു. ഞാൻ വേഗം ഇതിലേക്കുള്ള സാധനങ്ങൾ സെറ്റാക്കി തൈരൊക്കെ ആക്കി കാച്ചൊക്കെ ഒഴിച്ച് കഴിയലും
ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത് വീർപ്പ് മുട്ടിയിട്ടാ വയർ വല്ലാണ്ട് നിറഞ്ഞു. കായ്പക്കായ കൊണ്ടാട്ടുണ്ടാക്കിയില്ല, വരാണ് കൂർക്കപ്പേരി, ഭയങ്കര ടേസ്റ്റ്. എന്ത് മെഴുക്ക് പുരട്ടിയാണെങ്കിൽ അതിന്റെ കൂടെ ഉപയോഗിക്കാം. ചട്ടിച്ചോറിന്റെ കൂടെ മെഴുക്ക് പുരട്ടി ഒന്നും ഇല്ലേലും കഴിക്കാം. ഒരു കൊണ്ടാട്ടം മുളക് വറുത്തായാലും മതി. സരിതയ്ക്ക് ചട്ടിച്ചോറ് നല്ല ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി. ഒരിക്കലും സരിത അങ്ങനെ അജു കഴിച്ചിട്ട് സരിതയ്ക്ക് തരുന്ന വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. അതിൽ ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അതിനെടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. എനിവേ പാവയ്ക്ക കൊണ്ടാട്ടം എല്ലാം പരീക്ഷിക്കാം. SBM മുക്കുറ്റി ലേഹ്യം ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ, ഓൺ ബിഹാഫ് ഓഫ് യു ടു എന്ന് പറയണോ? ഇനി തുമ്മൽ മാറിയിട്ട് ഉള്ളിലേഹ്യം കഴിക്കാം, ചട്ടിച്ചോറ് കിടൂ. അതന്നെ, ആദ്യം തുമ്മൽ അലർജിയൊക്കെ മാറട്ടെ, ഉള്ളിലേഹ്യം എന്നിട്ട് കഴിക്കാം. അടുത്തത് സുമം. ഉള്ളിലേഹ്യം ഇന്നലെ കിട്ടി. ബോട്ടിലെ നിങ്ങളുടെ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നൊരു ഫീലായിരുന്നു. പൊതുവേ മരുന്ന് കഴിക്കാൻ മടിയുള്ള ആളാണ് ഞാൻ, പ്രത്യേകിച്ച് ആയുർവേദം. പ്രസവരക്ഷ മരുന്നുകൾ പോലും ഞാൻ കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ലേഹ്യം ഓർഡർ ചെയ്തതാണ്. കിട്ടിയ ഉടനെ കഴിച്ചു നോക്കിക്കൊള്ളാം. എന്തായാലും ഈ ഒരു ബോട്ടിൽ ഞാൻ വിജയകരമായി കഴിച്ചു തീർക്കും. അതന്നെ, ഞങ്ങൾ തരണത്, ഞങ്ങളാണ് ചേച്ചിയുടെ വായിൽ ഇങ്ങനെ വെച്ച് തരണേന്നാണ്ട് വിചാരിച്ചിട്ടുണ്ട് കഴിച്ചോ. അടുത്തത് ദർശന പ്രദീപ്. കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ആയാലും മതി. രാവിലെ സ്ഥിരം 9:45 വാച്ച് ചെയ്യുക, അതൊരു ശീലമാണ്. നിങ്ങളുടെ വീഡിയോസ് ഇല്ലെങ്കിൽ എന്തോ വലിയ കുറവാണ്. വെറുതെ ആ വീടിന് ചുറ്റും നടന്നാലും മതി, അത് തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്. ടേക്ക് കെയർ അജു, ഗെറ്റ് വെൽ സൂൺ. നമ്മളന്ന് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എടുത്തതാ. ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്നിരുന്ന് അല്ല, നമുക്ക് വെറുതെ അവിടെ കിടന്ന് നടന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടന്നതാ. പക്ഷെ പിന്നെ നമ്മള് ഈ ആഴ്ചയിൽ ഒരെണ്ണം ഇട്ടില്ല അല്ലേ? സമയം കിട്ടില്ല. നമ്മള് ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടായിരുന്നു 2 ദിവസം. അത് കഴിയുമ്പോൾ കുറേ നേരമാണ്, നമ്മൾ ക്ഷീണിക്കും. നമ്മൾ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എന്താ പറയാ, കൊറേ പണിയുണ്ട്. പണികൾ കണ്ടവനുണ്ടേ, ലൈറ്റും ഒക്കെ ശരിയാക്കണ്ടേ. അപ്പൊ പണികളാ. വ്ളോഗ് ചെയ്യണ പോലെയല്ല ഷോർട്ട് ഫിലിം. കുറേ ആംഗിളിലൊക്കെ കുറെ ഇതുകൾ എന്താ പറയാ, ഒരു 350 ക്ലിപ്പുകൾ തന്നെ എടുത്ത് കൂട്ടണം. അപ്പൊ ആലോചിച്ചൂടെ 2 ദിവസത്തിനുള്ളിലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഒരു ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത്. അടുത്തത് ദീപ ലാലു. വീണ്ടും കൊതിപ്പിക്കുന്ന വീഡിയോ, എത്ര കണ്ടാലും മതി വരാത്ത നിങ്ങളുടെ വീടും മുറ്റവും വീണ്ടും കണ്ടതിൽ ഒത്തിരി സന്തോഷം. അടുത്തത് ബീന കോശി. നൈസ് വീഡിയോ. ദ ബ്യൂട്ടി ഓഫ് ദ സറൗണ്ടിങ് ഇസ് അമേസിംഗ് ആൻഡ് എ ട്രീറ്റ് ഫോർ ദ ഐസ്. ലുക്സ് ലൈക്ക് എ വെരി പീസ്ഫുൾ ഏരിയ. You will get a lot of customers for homestay. I will suggest to start talking to those who are doing this business already to make a list of things to be take care of. Sarida, you look beautiful in jimiki. I am thinking kulipinnal hairstyle and jimiki will give you 80s nostalgic Kerala girl or lady look. All the best wishes to you all. അർത്ഥം ഏത്? Wish you all. അതിന് തൊട്ട് മുമ്പുള്ള ഗണ്ടികയല്ല വാചകം. അതായത് കുളിപ്പിന്നൽ എന്ന് പറയില്ലേ, ഇവിടെ നിന്ന് എടുത്തിട്ട് കുളിമെട മെടഞ്ഞിട്ടിട്ട് ജിമിക്ക് കമ്മലിട്ടാലേ 80 കാലഘട്ടത്തിലത്തെ നാടൻ പെൺകുട്ടികളെ പോലെ പെണ്ണുങ്ങളെ പോലെ. നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ മനോഹരം, കണ്ണിന് കുളിർമയേകുന്നതാണ്, പീസ്ഫുൾ ഒക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം 2 ചേച്ചിമാർ നമ്മുടെ കളപ്പുല്ല് വലിക്കാനായിട്ട് ഇവിടെ നിന്നു. ഇതിന്റെ ഇടയിലത്തെ ഈ പുല്ല് മെയിൻറ്റെയിൻ ചെയ്യാല് എങ്ങനെയാന്ന് ചോദിക്കാറില്ലേ? അപ്പൊ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും പുല്ല് കളപ്പുല്ലുകൾ വയ്പ്പിക്കണം. 2 ആഴ്ച കൂടുമ്പോഴൊന്നും വേണ്ട, 3 ആഴ്ച. നമുക്ക് അറിയാലോ, ഇങ്ങനെ നോക്കുമ്പോ ഇടയിൽ ഈ പുല്ലല്ലാണ്ട് വേറെ പുല്ലുകളൊക്കെ ഇല്ലേ, അത് നിറച്ച് വരുന്ന കാണുമ്പോൾ നമ്മൾ ആ ചേച്ചിമാരെ വിളിക്കും. അപ്പോൾ അവർ വന്നിട്ട് പുല്ല് വലിക്കും കേട്ടോ. അപ്പോൾ ആ ചേച്ചിമാർ വലിച്ചിട്ട് ഇപ്രാവശ്യം വന്നാലത്തെ ഒരു ചേച്ചി മുന്നെപ്പോഴോ വന്നിട്ടുണ്ട്. ആ കൂടെ വന്ന ഒരു മുസ്ലിം ചേച്ചി ആദ്യമായിട്ട് വരാൻ നമ്മുടെ ചാനൽ കാണുന്നതാട്ടാ. എന്നിട്ട് ആ ചേച്ചിമാർക്ക് ഞാൻ ചായയും കൊടുത്തിട്ട് ഞാൻ പിന്നെ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ അവർ പറയാനോടെ, ഷോ ഞങ്ങൾ പറയണേ എന്തൊരു ഭംഗി സ്ഥലം ഇവിടെ. എന്തെടുത്ത് പറഞ്ഞ ചേട്ടാ? പിന്നെ ചേട്ടൻ ഓർമ്മ? സത്യം പറയട്ടെ, എനിക്കത് ഓർമ്മയില്ലേ. ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ? മനസ്സിലായി. ഞങ്ങളുടെ മനസ്സിലുള്ള ഞാൻ പറയാം, മെയിൻ ഡയലോഗ് ഞാൻ പറയാം. ഞങ്ങൾ പറയായിരുന്നു ഒരു ലോട്ടറി അടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ചധികം, കാരണം ഇവർക്ക് 3-4 സെന്റ് സ്ഥലത്ത് ലക്ഷം വീട് കോളനി പോലത്തെ, അങ്ങനെ പറയാൻ പറ്റില്ല, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അങ്ങനത്തെ സ്ഥലത്താണ് അവരുടെ വീട്.
അപ്പം നമുക്കൊരു കോഴീനെ വളർത്താൻ പറ്റില്ല, ഒരു പശുവിനെ വളർത്താൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പം അപ്പുറത്തെ വീട്ടുകാർക്ക് ശല്യം. എന്താ ട്യൂഷൻ പോയിക്കായിരുന്നു. ഇന്ന് കറുപ്പാ. ജഗു ഉയരം വെച്ചില്ലേ? എല്ലാരും പറഞ്ഞു ജഗു ഭയങ്കരമായിട്ട് ഉയരം വെച്ച് തുടങ്ങി. ഇല്ല, അല്ല, അത്യാവശ്യം ഉയരം വെച്ചു. അതന്നെ ട്യൂഷൻ കഴിഞ്ഞ പേടിണ്ടായിരുന്നു, ജഗ്ഗു എന്റെ ഇതിൽ ഗണത്തിൽ പെടാവോ, ഉയരം കുറയാവോ. അതിനിപ്പോ എന്തിനാ പേടിക്കണത്? അല്ല, ഉയരം വേണല്ലോ ആൺകുട്ടികളാവുമ്പോ. എന്താ ചേട്ടൻ പേടിയില്ലേ? പേടിയില്ലേ? ശരി, എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ അത് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാനല്ലേ, നിന്നെ പോലെ തന്നെ ഉയരം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അവര് പറയാ അപ്പൊ ശല്യാന്ന്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പുറത്ത് ഇപ്പുറത്തുള്ള വീട്ടുകാര് ഇത് പറയും. അപ്പൊ ഇത് എന്തൊരു സുഖം, എന്തൊരു ശാന്തമായ സ്ഥലം, ഒരു ശല്യമില്ല, ആളുകളെ കൊണ്ട് ശല്യമില്ല, വണ്ടികളുടെ ഇത് പുകയ പൊടി അങ്ങനെയുമില്ല, നല്ല സുഖം ഇവിടെ, നല്ല സുഖം. എന്തൊരു ഭംഗിയാ. പിന്നെ നിങ്ങൾ നല്ല ഭംഗിയാക്കിട്ടാ, നിങ്ങൾക്ക് കിട്ടിയേക്കണ സ്ഥലം നിങ്ങൾ നല്ല ഭംഗിയാക്കി മാറ്റി. അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പറഞ്ഞിട്ട് മതിയാവണില്ല. അങ്ങനെ അപ്പൊ ഞങ്ങൾ സംസാരിച്ചിരിക്കണതിന്റെ ഇടയിൽ ചേട്ടൻ വന്നപ്പോൾ തന്നെ ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തു, ഒരു ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ അടുത്തിരുന്നിട്ട് വർത്താനം പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ ഓർമ്മ പോവും, ഇത് മാത്രം ചിന്തിച്ചല്ലേ. ദൈവമേ, 60 കൊല്ലം മുന്നത്തെ കാര്യം വരാം, ജനിക്കണേലും മുന്നത്തെ കാര്യങ്ങൾ വരാം. 60 കൊല്ലം മുമ്പല്ലേ ഇതിപ്പല്ലേ? കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം ഓർമ്മയില്ലാത്ത. പിന്നെ അവരൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ പറയണം? എന്നെ നിർബന്ധിക്കാണ് ഞാൻ പറയാം. ശരി, നിർബന്ധിച്ചിരിക്കുന്നു. പിന്നെ ഒരു സാധനം കൂടി ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി, അത് സരിതയുടെ ചായയാണെന്ന് പറഞ്ഞു. അത് ശരി, ഞാൻ വിചാരിച്ചു നിന്നെ മോച്ചായാണ്. ചായ കുടിക്കണ ചായ, അത് അതെല്ലാരും പറയും ഇഷ്ടാവും. അത് നല്ല ഇഷ്ടായിട്ടാ, നല്ല ചായ. പിന്നെന്തുട്ടാ, അപ്പം അത് കഴിഞ്ഞു. അടുത്തത് ശോഭന സുഗു. അജു സരിത, നിങ്ങളുടെ തേർവാഴ്ച വീഡിയോയിൽ അജുവിൻ്റെ കോമഡി കേട്ട് ഞാൻ ചിരിച്ച് അത്തു. വീട്ടിൽ വേറെ ആരുമില്ല, അതുകൊണ്ട് എനിക്ക് വട്ടായി എന്ന് പറയില്ല. നിങ്ങളുടെ വീഡിയോ എന്നും കാണാറുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് കമൻ്റ് ഇടുന്നത്, എല്ലാം ആസ്വദിച്ച് കാണാറുണ്ട്. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ, എൻ്റെ ആശംസകൾ. കുറേ പേര് കഥ കേട്ടിട്ട് വർഗീസിന്റെ മറ്റേ കഥകൾ കേട്ടിട്ട് എനിക്കെന്നത് ബൈനോക്കുലർ കോമഡി സൂപ്പറായിട്ടുണ്ട്. ബുക്ക് എഴുതിക്കൂടെ ചേട്ടാ? അതൊക്കെ ചേട്ടന് ഒരു അധ്യായത്തിനുള്ള കഥയുണ്ട്. അത് ആ ബൈനോക്കുലർ സാധനേ സായിപ്പിനോട് പറഞ്ഞത് വർഗീസേ. അടുത്തത്, സത്യം പറഞ്ഞ പണ്ടത്തെ കാലത്തിന്റെ കൂടുതൽ നമുക്ക് മനോഹാരിത തോന്നുന്ന അതോ, നമുക്ക് കുറേ ആളുകളായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് വേറെ എന്റർടൈൻമെന്റുകൾ ഒന്നുമില്ലല്ലോ. അപ്പം നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയാൽ മതി, മുറ്റത്തേക്ക് റോട്ടിലേക്ക് ഇറങ്ങിയാൽ വല്ലപ്പോഴാ വണ്ടികൾ കൊള്ളും. അപ്പം ഞങ്ങൾക്കായാലും എങ്ങനെയാ, റോഡിലേക്ക് ഇങ്ങനെ ഇറങ്ങി റോട്ടിലാണ് ഞങ്ങൾ ഇരുന്നിട്ട് വർത്താനം പറയാം. അപ്പം ഫ്രണ്ടിലത്തെ വീട്ടിലത്തെ ഈ വീട്ടിലും 3-4 ചേട്ടനിയന്മാരാ, അവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇട്ട്, അപ്പോൾ വലിയ കുടുംബങ്ങൾ, അവരൊക്കെ വന്ന് വൈകുന്നേരങ്ങളിൽ വർത്താനം പറഞ്ഞിരിക്കും. മെയിനായിട്ട് എപ്പോഴാന്ന് പറയും, പവർ കട്ടിന്റെ സമയത്ത്. ഓരോടനെ പവർ കട്ടില്ല, അരമണിക്കൂർ പവർ കട്ടായി എല്ലാവരും വീട്ടിൽ പിന്നെ മണ്ണെണ്ണ വിളക്ക് ഇതിലൊന്നും കത്തിക്കായിരിക്കില്ല, ഒക്കെ റോട്ടിലേക്ക് ഇറങ്ങും. എന്നിട്ട് അരമണിക്കൂർ പോണതറിയില്ല, വർത്തമാനം പറഞ്ഞ് എന്തൊരു രസമായിരുന്നു ആ കാലഘട്ടം. ആളുകളായിട്ടുള്ള ബന്ധം നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഒരു ചായകട ഉണ്ടായിരുന്നു, ബിന്ദു കേഫ് എന്ന് പറഞ്ഞിട്ട്. ആ ചായകട 7:30 കറക്റ്റ് 7:30 അടയ്ക്കും. അത് കഴിഞ്ഞ പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ ആ ചായകട ഇങ്ങനെ ചവിട്ടുകളുണ്ട്, അവിടെയാണ് എല്ലാ പിള്ളേരും എല്ലാവരും ഇരിക്കുക. കുറേ പേരുണ്ടാവും, എല്ലാവരും ഇന്ന് പിന്നെ അവിടെ ഇരുന്നുള്ള വർത്താനങ്ങൾ രാത്രി 10-10:30-11 മണിയാകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുക. ചിലപ്പോൾ 9:00 സെക്കൻഡ് ഷോ സിനിമയ്ക്ക് അവിടെ നിന്ന് ടീമായിട്ടായിട്ട് പോകും. അങ്ങനെ പിന്നെ റോഡിൽ പോസ്റ്റ് ഇങ്ങനെ ഓരോ കാലുകൾ മാറ്റിയിട്ട് പിന്നെ പഴയ പോസ്റ്റിൽ അങ്ങനെയാണ്ട് റോഡിൽ ഇട്ടിട്ടുണ്ടാവും. ആ പോസ്റ്റ് ഇങ്ങനെ വലിയായിട്ടാണ് ഇരിക്കും. വണ്ടികളൊന്നും ഇല്ലല്ലോ, മറ്റുള്ള ഈ കാളവണ്ടി, ഇടയ്ക്ക് കാറുകൾ പോയ ഭാഗ്യം, അല്ല ബൈക്കിൽ പോയ ഭാഗ്യം. അപകടമില്ല, നമുക്ക് ധൈര്യമായിട്ടിരിക്കുക. ഇപ്പോഴൊക്കെ നമുക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാൻ പറ്റുമോ? ഏത് സമയത്ത് നമ്മളെടുത്ത് മറ്റേ എന്താ പറയുക കൊണ്ടുപോകാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അന്നത്തെ കാലം നല്ലതായിരുന്നു. കുറെ ഗുണങ്ങളുണ്ട്, കുറെ ദോഷങ്ങളുണ്ട്. അത് ഏത് കാലത്തുണ്ടല്ലോ. ചാർലി അണ്ണാനെ പിടിക്കാൻ കിട്ടും. ഇത് അണ്ണാനെ അവരോ ജയന്റെ പെരപ്പുറത്ത് കയറി വായിക്കി എന്റെ ചുണ്ട് വലിഞ്ഞിട്ട് തേങ്ങ അബദ്ധം പറ്റി. പിന്നെന്തുട്ടാ വേറെ എന്തുട്ടോ പറയണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മറന്നു. ഇനി പിന്നെ പറയാം. അടുത്ത ശോഭ ദയാനന്ദ്. എൻ്റെ അജു, എനിക്ക് ചിരിക്കാൻ വയ്യ ബൈനോക്കുലർ കഥ സൂപ്പർ.
പിന്നെ ബിന്ദു ധനജൻ, ഈ പറക്കുന്തളിക സിനിമയിലെ പോലെ ശക്തൻ സ്റ്റാൻഡ് മുഴുവൻ പുക നിറഞ്ഞ സംഭവജു പറഞ്ഞപ്പോൾ ചിരിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. മതി, ഇത്രയും ധാരാളം. വീഡിയോ സൂപ്പർ. അജുവിന് വേഗം സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത് ഷാനി ഡേവിസ്, വേദനയിലും തമാശകൾ. ഞാൻ ചിരിച്ചൊരു വഴിയായി. ഏതോ ഒരു തമിഴ് മൂവി സീനിൽ ഇതുപോലെ കണ്ടതായിട്ട് ഓർക്കുന്നു. വടിവേലു സെന്തിൽ കോംബോ, കരിഞ്ഞു കരുവാടു മാതിരി. എന്തായാലും സീൻ അഭിനയിച്ച് കാണിക്കുന്നല്ലോ ഈ വേദനയിലും. അതിപ്പോ നമ്മള് ഇങ്ങനത്തെ വർത്താൻ പറഞ്ഞില്ല, നമ്മൾ ആ വേദന മറക്കാണല്ലോ. ഇപ്പൊ നമ്മള് അതല്ല ഈ നമ്മള് തമാശകളൊക്കെ കാണുമ്പോൾ കുറെ വേദനകളൊക്കെ മറക്കില്ലേ, അതിന്റെ ഒരു ചിലപ്പോ ഒരു ഇതായിരിക്കും ഇത്. ഞാനാ വേദന മറന്നത്, കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ വേദന ഇത് വേറെ കാര്യം. ഞാൻ പറയാൻ വന്നിട്ടുണ്ടെന്ന് നേരത്തെ മറന്നു എന്ന് പറഞ്ഞത്, നമുക്കങ്ങനെ ഇപ്പോഴും അനുഭവിക്കാൻ പറ്റണത്, അതായത് പണ്ടത്തെ ആ കൂട്ടം കൂടി ഇരുന്നിട്ടുള്ള തമാശകളും സാധനല്ലേ, ഞങ്ങൾക്കത് ഇപ്പോഴും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇടയ്ക്കെങ്കിലും. ഞങ്ങളുടെ അധോലോകം കൂടുമ്പോ ശരിയാ, അത് ഞങ്ങൾക്ക് ശരിക്കും ആ ഒരു നമ്മുടെ അമ്മയുടെ കൂട്ടുകാരിയുണ്ട് മേരി ആൻറ്റി അമ്മയോട് ചോദിച്ചു തന്നു, അവരുടെ അധോലോകത്തിൽ എനിക്കൊരു മെമ്പർഷിപ്പ് വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന്. കൊതിയവ കാണുമ്പോ ഇതൊന്നും. കാരണം ആളുടെ 3 പെൺമക്കളാണ് ആൻറ്റിക്ക്. അമ്മയുടെ ക്ലാസ്മേറ്റ് ആണ് 10th. അപ്പോൾ 3 മക്കളും 3 സ്ഥലത്താണ്. ഒരാൾ ബോംബെയിൽ, ഒരാൾ കാനഡ, ഒരാൾ UK. അപ്പോൾ ഈ ആൻറ്റി വീട്ടിൽ ഒറ്റയ്ക്കാണ് അവിടെ. ഇടയ്ക്ക് മക്കളുടെ അടുത്തേക്ക് പോവും. കുറച്ച് ദിവസം ബോംബെയിൽ, കുറച്ച് ദിവസം കാനഡയിൽ, കുറച്ച് ദിവസം UK നിന്നിട്ട് പിന്നെ പോരും. അങ്ങനെ ഹസ്ബൻഡ് മരിച്ചുപോയി അങ്ങനെ. അപ്പൊ അങ്ങനെ അടുത്തത് ആനന്ദലത, നിങ്ങളുടെ വീഡിയോ 1 day ഇല്ലെങ്കിൽ വലിയ വിഷമമാണ്. എന്തെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ പുരയിടം ചുറ്റി കാണിച്ചാൽ മതി, ഞങ്ങൾക്ക് സോ ഹാപ്പിയാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നമുക്ക് അയ്യോ ഇതൊന്നും ഒരു കണ്ടന്റ് ഇല്ലാണ്ട് വീഡിയോ ഇടാനാണ് വലിയ നമുക്ക് തോന്നുന്നു നമുക്ക് തന്നെ. അടുത്തത് സന്ധ്യ ബിജു, ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിൽ മഴ കാണിച്ചു, ഞങ്ങൾ അങ്ങോട്ട് ആകർഷിക്കുന്നു. മഴയുടെ ഭംഗി നിങ്ങളുടെ വീട്ടിൽ കൂടുതലാണ്. ദേ ചേട്ടാ ആ പൂ പിടിച്ചു നിൽക്കുന്ന ചെടി, ദേ ചേട്ടാ ഇങ്ങനെയാണ് കേട്ടാ ടോൺ ദേ ചേട്ടാ പൂ പിടിച്ചു നിൽക്കുന്ന ചെത്തി വെട്ടിക്കളഞ്ഞാലുണ്ടല്ലോ ഇടി മേടിക്കും. ഞാൻ ആ ചെത്തിയെ കുറിച്ച് പറയാത്ത വീഡിയോ ചുരുക്കമാണ്. ശരിയാട്ടാ സന്ധ്യ ബിജു മിക്കവാറും വീഡിയോയിൽ ആ മഞ്ഞ ചെത്തിനെ കുറിച്ച് പറയും. അത് മുഴുവൻ ആ പൂവ് അന്ന് ആ പൂവ് ഉണ്ടായി കൊഴിയട്ടെ എന്നിട്ട് വെട്ടാം എന്ന് പറഞ്ഞു. ഞാൻ പൂവ് കൊഴിഞ്ഞു പോയിട്ടുള്ളത് ഞാൻ എന്തിട്ടുണ്ടായെന്നറിയോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കത്രിക എടുത്തിട്ട് ഞാൻ പൂവ് പോയിട്ട് നിൽക്കണ കുറ്റികളില്ലേ അത് കട്ടിയായിരുന്നു ഞാൻ നിന്നിട്ട്. അപ്പോഴാണ് ഇത് ഈ സാധനം കൊണ്ടൊരു വരവങ്ങിട്, ഞാനിത് ഇപ്പൊ ശരിയാക്കിയതാന്ന് പറഞ്ഞിട്ട് പടപടപടപടാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ പൂവുള്ളതൊന്നും വെട്ടിക്കളല്ലേ ചേട്ടാ, പൂവുള്ള അവിടെ നിന്നോട്ടെ. ആര് കേക്കാൻ. അതെ അത്ര ഭംഗിയാണ് അത് വീഡിയോയിൽ കാണുമ്പോൾ. മാവ് റംബുട്ടാൻ ഉണങ്ങിയത് വേറെ ഒന്നും അല്ല, വളം കൂടി പോയിട്ടാ. സരിത മെലസ്റ്റോമയ്ക്ക് ശകലം വളമിട്ട് കൊടുക്കുക, സരിത ഇട്ടാൽ മതി. വയലറ്റ് പൂവുള്ളത് ആ ചെടിയുടെ പേര് മെലസ്റ്റോമ, അതിൽ നിൽക്കണത്. ഇത് പൂ നിറച്ചു മുട്ടിട്ടുണ്ട് ഇപ്പൊ. പിന്നെ വയലറ്റ് പൂവുള്ളത്. തേർവാഴ്ചയ്ക്ക് കായംകുളം ഒക്കെ പറയുന്നത് വരുത്തുപോക്ക് ഉണ്ടെന്നാണ്. ഇത് ഇന്നത്തെ ജനറേഷൻ കേട്ടാൽ പുച്ഛിക്കും. എനിക്ക് ഒക്കെ അനുഭവമുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞാൽ എന്നെ പൊങ്കാലയിടും. പക്ഷെ അതിൽ സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഒരു വീഡിയോ ആയിരുന്നു ചേട്ടാ, ഒന്നുകൂടി ഡോക്ടറുടെ അടുത്ത് പോകൂ, വെയിൽ കൊള്ളരുത്. ഇത് കുറച്ചുനാൾ മുന്നിട്ട് വീഡിയോ അല്ല, അന്ന് നീരുണ്ടായിരുന്നു. ഈ വരുത്തുപോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ എല്ലാ വീടുകളിലും പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ഒക്കെ ഉള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും. എന്ത് തന്നെയായാലും ചില വീടിന്റെ ചില ഭാഗങ്ങളിൽ നിന്നാൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കും, ചില ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ദേഷ്യം വരും ചിലപ്പോ. അങ്ങനെയൊക്കെ ഉണ്ടാവും, എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും. ചില വീടിന്റെ ഉള്ളിലിരിക്കാണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ചില വീടിന്റെ ഉള്ളിലിരിക്കാണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ പോരാൻ തോന്നില്ല. ചില വീടിന്റെ ഉള്ളിലിരിക്കാണ്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടാൻ തോന്നും, ശ്വാസം മുട്ടണ പോലെ തോന്നുന്നു. അങ്ങനെയുണ്ട്, ഭയങ്കര ഇതുകൾ തോന്നും. അപ്പൊ ഈ പണ്ടുള്ളവരോട് ഈ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതിന് പകരം ഇങ്ങനെ പറയണതാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അതായിരിക്കാം, ഇങ്ങനെ അവിടെ തേർവാഴ്ചയുണ്ട് അല്ലെങ്കിൽ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരാളാവസ്ഥയ്ക്ക് പോവില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ അതിനു വേണ്ടി പറയണ വാക്കാവാം, അല്ലെങ്കിൽ ശരിക്കും ഇനി ഇതുപോലത്തേക്ക് ഉണ്ടോ നമുക്കൊന്നും അറിയില്ല, നമ്മളിത് നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണ് അല്ലേ. നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മനസ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു ശാന്തത കിട്ടില്ലേ. നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അങ്ങനെ നമുക്ക് ഇരിക്കുമ്പോ ഒരു അസ്വസ്ഥത തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഭാഗം ഇല്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷട്ടാ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ കൃഷിയും അയ്യോ നമ്മുടെ പണ്ടത്തെ വീഡിയോ കാണുമ്പോ ഈ കോഴിക്കൂട്ടിന്ന് കോഴികൾ അഴിച്ചുവിടണ ഭാഗമായിരുന്നു ഇത്. ചെളി
ഏറ്റവും വൃത്തിയായിട്ട സ്ഥലം അല്ലേ? ചെളി വൃത്തികേടല്ല. ഇവിടെ ഈ കിണറ്റില് ഒരാള് മരിച്ചു കിടക്കണ്ടായിരുന്നല്ലോ, കാലത്തുനിന്ന് മരിച്ചു കിടക്കണ്ടായിരുന്നു. 3-ാം ദിവസമാണ് അറിയണേ. 3-ാം ദിവസം ബോഡി പൊങ്ങിയപ്പോ അവിടത്തെ വീട്ടിലുള്ള ചേട്ടനെ കാണാണ്ട് അവരൊക്കെ അന്വേഷണം നടക്കുക, പോലീസിൽ പരാതി കൊടുത്ത് 3 ദിവസമായി കാണാല്ലേ. അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ കോഴിക്കൂടാണ്. അപ്പൊ ഇവിടെ ഈ പറമ്പിലത്തെ അവിടെ മരക്കമ്പനിയാ. ആ മരക്കമ്പനിയിൽ കുറെ ബംഗാളികളുണ്ട്. അവരവിടെ സ്ഥിരം താമസം. അവര് ഈ കിണറ്റിലത്തെ വെള്ളം ഉപയോഗിക്കണതേ. അവർ ഈ കിണറ്റിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിണറിൻ്റെ അവിടേക്ക് വന്നു. ഇവിടെ മോട്ടോർ പരിക്കുണ്ടല്ലോ, ആ വന്നിട്ട് അവര് വെള്ളത്തിൽ അവർക്ക് എന്തോ കിണറ്റിലേക്ക് നോക്കാൻ തോന്നി. അപ്പോഴാണ് ബോഡി പൊന്തി എടുക്കണ്ടേ. അയാൾ അയ്യോ പത്തേ എന്ന് പറഞ്ഞ നില വിളിച്ച് ഓടി. എന്നിട്ട് ഇവിടെ അപ്പൊ ഒരു കോഴിക്കൂടിന്റെ വല കെട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോഴികൾ ഇപ്പുറത്ത്. അതാണെങ്കിൽ മഴക്കാലം ചെളി പിള്ളി മായാം. ഈ വരുന്നവരൊക്കെ മരിച്ച ശവം കാണാനായിട്ട് ഇങ്ങനെ മരിച്ചു കിടക്കാന്ന് പറഞ്ഞ ആളുകൾ ഒഴുക്കായിരിക്കില്ലോ. അതില കാട് പിടിച്ച സ്ഥലത്തോടെ വരാൻ പറ്റില്ല. അപ്പൊ ഇതിലെ കുറെ പേര് വന്നു തുടങ്ങാൻ. എല്ലാവർക്കും ഈ കോഴിക്കൂട് പൊളിച്ചിട്ട് വേണം അങ്ങോട്ട് കിടക്കണേ. കോഴിക്കൂട്ടിലാണെങ്കിൽ ചെളി പിള്ളി വൃത്തികേടും തേങ്ങയും മായായിട്ട്. നമ്മളപ്പോ യൂട്യൂബ് തുടങ്ങിയിട്ട് 2016 അപ്പൊ അങ്ങനത്തെ അപ്പൊ വൃത്തികേടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടേക്ക് വരാൻ തോന്നിയോന്നില്ല. അതന്നെ, അതിനെ പോസിറ്റീവ് ആക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ വീടിന്റെ മുകളില് ജിമ്മ്, ചെറുതായിട്ടൊരു ജിമ്മിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വലിയേട്ടനില്ലേ, മൂത്ത ചേട്ടൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ലേ ആദ്യം, ആ വലിയേട്ടൻ നമ്മുടെ വീട്ടിലേക്ക് ജിമ്മ് ഇതിന് വരാം. അപ്പൊ വലിയേട്ടൻ അവിടെ നിന്ന് കണ്ടു. ഇയാള് അയ്യോ എന്ന് പറഞ്ഞ തലയിൽ കൈ വെച്ച് ഓടണൊക്കെ കണ്ടു. വലിയേട്ട അപ്പോൾ ഓടി വന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞു, അവിടെ എന്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അവര് തലയിലൊക്കെ കൈ വെച്ച് ഓടുന്നുണ്ട്, ആൾക്കാരൊക്കെ അതേ വരുന്നുണ്ട്, വന്ന് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് എൻ്റെ അച്ഛനമ്മയും ഇവിടെയുണ്ട്. അവിടെ വീട് പണി നടക്കണേ. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലായിരുന്നു. കണ്ണംകുളങ്ങര മുന്നത്തെ വീട് പൊളിച്ചിട്ട് ഇപ്പോഴത്തെ വീടില്ലേ അത് പണിയായിരുന്നു ആ വർഷം. അപ്പം 2016. അപ്പം അവരും ഉണ്ട് ഇവിടെ. എന്തിനപ്പോൾ ഇതൊക്കെ പറഞ്ഞേ? അത് നെഗറ്റീവ് എനർജിയും പോസിറ്റീവ്. യെസ്, അങ്ങനെ. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലെ? നമ്മൾ മാറ്റി മറിച്ച് ചില സ്ഥലങ്ങളിലത്തെ പറ്റും, ചിലത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭൂതകാല സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയിലത്തെ വീട് ഒരു രക്ഷയില്ലേ, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ സിനിമ കാണുമ്പോൾ വിചാരിക്കും, ഈ വീട്ടില് ശരിക്കേ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലൊക്കെ ഒരാൾക്ക് താമസിക്കാൻ പറ്റില്ല അല്ലേ? അങ്ങനത്തെ ഒരു വീടത്. അടുത്തത് ജിബിൻ മോഹൻ. ഹായ് അജു ചേട്ടാ, സരിത ആൻഡ് ജഗ്ഗു. ഞാനൊരു വലിയ ഫാനാണ്. എൻ്റെ അങ്കിളുടെ മോൾ ആണ് ധന്യയിലെ എൻ്റെ കൂട്ടുകാരി ധന്യ ചേച്ചിയുടെ ബെഡ് മാട്രസ് മേക്കിംഗ് വീഡിയോ ചേച്ചി അയച്ചു തന്നപ്പോൾ ആണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഫസ്റ്റ് കണ്ടേ. പിന്നെ വേറെ വീഡിയോസ് കണ്ടപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കണ്ട് ഞാനും എൻ്റെ ഫാമിലിയും ഇനി എപ്പോഴാ വീഡിയോ ഇടുന്നതെന്ന് നോക്കിയിരിക്കുകയാണ്. ഫാനായിപ്പോയി. നിങ്ങൾ വളരെ സിമ്പിളാണ്. നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ധന്യ ചേച്ചിയുടെ ന്യൂ ഹൗസ് വാമിങ്, അവളുടെ പുതിയ വീടിന്റെ ഹൗസ് വാമിങ് ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. കുറെ ബന്ധുക്കളൊക്കെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കമന്റ് നോക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. വളരെ ഇഷ്ടമാണ് ഈ ഫാമിലി എനിക്കിപ്പോൾ. അജു ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ. ആ ടാറ്റു എപ്പോൾ അടിച്ചതാണ്? എനിക്കും അടിക്കണം മെസ്സിയുടെ. കീപ് ഗോയിങ്, ഓൾ ദ ബെസ്റ്റ്. ടാറ്റു ചെയ്തിട്ട് ഒരു കൊറോണ ടൈമിലാണ് 2019, 2021. ചുഞ്ചരമായി ഇവിടെ ഇന്നോട്ടാ. അടുത്ത ആഴ്ച. അടുത്തത് ഷീബ രതീഷ്. ഉള്ളിലേഹം കിട്ടി സരിത, താങ്ക് യു. അജു ടേക്ക് റെസ്റ്റ്. ഒരു ദിവസം വീഡിയോ ഇല്ലാതിരുന്നാൽ എന്തോ ഒരു മിസ്സിംഗ് ആണ്. അടുത്തത് മൃദുല വേണുഗോപാൽ. വയ്യെങ്കിൽ അജുവായിട്ട് റെസ്റ്റ് എടുക്കൂ എന്ന് പറയണം തന്നെയാണ് ആഗ്രഹം. എന്നാലും ഞങ്ങളുടെ സ്വാർത്ഥതയാണെന്ന് പറയല്ലേ കേട്ടോ. സരിത പറയണ കാര്യങ്ങളും അജുവേട്ടൻ്റെ കഥകളും ഇല്ലാതെ ഇടയ്ക്കിടെ ജഗ്ഗുവിനെ കാണാതെ ദിവസം പൂർണ്ണമാവില്ല എന്ന അവസ്ഥയാണ്. എന്നാലും പറയാണ്, വായക്ക് ഇത്തിരി റെസ്റ്റ് കൊടുത്തേക്കും അജുവേട്ടാ. മാറി ഷോർട്ട് ഫിലിം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ പറയും എനിക്ക് വേദന തുടങ്ങി എന്ന് പറയും. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവനവൻ്റെ ഇതെന്ന് ആലോചിച്ചിട്ട് മിണ്ടാണ്ടിരുന്നൂടെ, അതും ചെയ്യില്ല. അടുത്തത് ജെയ്ക്സ് ഓഫ് ഓൾ ട്രേഡ്സ്. 11:52 ജഗ്ഗു പറഞ്ഞത് ശരിയാണ്. ഹമ്മിങ് ബേർഡ് അമേരിക്കയിലാണ്. ഇത് മിക്കവാറും തേൻകിളിയാകാനാണ് ചാൻസ്. കറുപ്പൻ തേൻകിളി എന്ന് പറഞ്ഞാൽ പർപ്പിൾ സൺബേർഡ്, കൊക്കൻ തേൻകിളി, ലോട്ടൻ സൺബേർഡ് ഓർ ലോങ് ബിൽഡ് സൺബേർഡ്, മഞ്ഞ തേൻകിളി, പർപ്പിൾ റംബഡ് സൺബേർഡ്. നമ്മുടെ പട്ടണ പ്രദേശത്തിൽ ബേർഡ് വാച്ചറിന്റെ പോലെ ഒന്നുകൊണ്ട്. അടുത്തത് സ്വീറ്റി ബെനഡിക്റ്റ്.
വലിയ കണ്ടന്റ് ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞാലും ഞങ്ങൾക്ക് അത് മതി. പിന്നെ നമുക്ക് ഒരു ദിവസം പോലും വീഡിയോ മുടങ്ങരുത്, വെറുതെ വന്ന് ഇവിടെയുണ്ട്. അതന്നെ, അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ നിങ്ങൾ നശിപ്പിക്കും. എന്നിട്ട് കുറച്ച് പേര് വന്ന് കമന്റ് ഇടും, കണ്ടന്റ് ക്ഷാമം, വിഷയദാരിദ്ര്യമാണ് അല്ലേ, ഒന്നും കിട്ടിയില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അല്ലേ. പറയാം. അടുത്തത് വിനോദിനി KP. പാവം മജു, ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് തീരെ മിണ്ടാട്ടമില്ല. ഇങ്ങനെ പോയാൽ അസുഖം മാറുമോ? ചിരിക്കണേ മോജിട്ട് നിറച്ച്. പിന്നെ ജഗ്ഗുമോൻ അച്ഛന്റെ അമ്മയുടെയും കൂടെ നടന്ന് പണിയെടുക്കുന്നു. ചേട്ടന്മാരുടെ മക്കൾ ക്യാമറ കാണുമ്പോഴേക്കും ഓടി മറയും. ജഗ്ഗുമോൻ ഒരു ബിഗ് സല്യൂട്ട്. ജഗ്ഗുവിന് അങ്ങനത്തെ മടിയൊന്നുമില്ലേ. നമ്മുടെ വീട്ടിൽ ബാക്കിലൊക്കെ വരുന്ന ഒറ്റ ഓട്ടം ഓടും. അടുത്തത് പ്രമീള രാജേഷ്. സരിത മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? എൻ്റെ മോൾ കാണുമായിരുന്നു. ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്നു. സന്തോഷം. ഇപ്പം ഞാൻ അതിലിടാണ്ടായിട്ട് 2-3 കൊല്ലമായി തോന്നുന്നു അല്ലേ. 2-3 കൊല്ലം അതിലധികമായി തോന്നുന്നുണ്ട്. അടുത്തത് ലൈല അബ്രഹാം. ഐസ് വെക്കേണ്ട അജു, നീര് കല്ലിക്കും. ഗുളിക കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഡോക്ടറെ കാണൂ. കഥ കേട്ട് ചിരിച്ചു. വർഗീസ് ചേട്ടനോട് പറ ഒരു ചിരി ഇരുചിരിയിൽ പോയിട്ട് സ്റ്റാൻഡപ്പ് കോമഡി പറയാൻ. എല്ലാവരോടും സ്നേഹം മാത്രം. ശരി, ആള് ഇങ്ങനെ ചിലർക്ക് അതങ്ങനെ പറയാനൊരു കഴിവുണ്ടായിരിക്കും. അടുത്ത സ്നേഹലത M. ഞാൻ സംസാരിക്കില്ല, എനിക്ക് പല്ലെടുത്ത ഭാഗത്ത് നീരുണ്ട് എന്ന് പറഞ്ഞിട്ട് ജോർജിന്റെ ബൈനോക്കുലർ കഥ പറഞ്ഞിട്ടേ ഇല്ല. ജോർജ വർഗീസിനാ ഉദ്ദേശിച്ച. എന്റെ അജുവെ ചിരിച്ചിരി ചത്തു. എല്ലാവർക്കും നല്ലത് വരട്ടെ. യു ഓൾ കോഴിക്കോട്. ലവ് യു ഓൾ കോഴിക്കോട്. അടുത്തത് മിനി മാനുവൽ. ഹായ് അജു, പ്ലീസ് അങ്ങനെ പറയരുത്, വീഡിയോ ഇടില്ല എന്ന് എന്ത് തന്നെയായാലും ഡെയിലി ഞങ്ങൾ പ്രതീക്ഷിക്കും. അജു തല ഉനിയാതെ നോക്കണം, നീര് പോകുന്നവരെ. പിന്നെ സരിതയ്ക്ക് ഐഡിയ ഉണ്ടെന്ന് അജുവിന് ഇപ്പോഴാണോ അറിഞ്ഞത്? ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇന്നത്തെ വീഡിയോയും ഇഷ്ടമായി. സന്തോഷം. അടുത്തത് നെവിൻ ഫെർണാണ്ടസ്. അജു ചേട്ടാ, സരിതയെ ജഗ്ഗുമോനെ, ഇത്രയും കാലം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് മുതൽ രാത്രിയിൽ വീടിന്റെ മുൻവശത്ത് കൂടി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് കോട്ടിയാടിന്റെ ഇടത്തുവശത്തേക്ക് ഇടക്കണ്ണിട്ട് പോലും നോക്കരുത്. കാരണം രാത്രിയുടെ യാമങ്ങളിൽ 2 കണ്ണുകൾ നിങ്ങളെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ഒരു രൂപത്തിനെ ഇനി മുതൽ നിങ്ങൾ അവിടെ കാണും. ഇത്രയും നാൾ സ്വസ്ഥമായി താൻ വസിച്ചിരുന്ന അവിടത്തെക്കുറിച്ച് നിങ്ങൾ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ സ്വസ്ഥമായ സഞ്ചാരത്തിനും നിൽപ്പിനും ഇരിപ്പിനും ഉണ്ടായിരുന്ന സ്വകാര്യതയെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഇനി മുതൽ അത് മറഞ്ഞിരിക്കില്ല, നിങ്ങൾക്ക് ദൃശ്യമാകും. ജാഗ്രത. നിങ്ങൾക്ക് എന്തിനാണ് കണ്ടന്റ്? ഇതുപോലെ ആ പറമ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് പരസ്പരം എന്തൊക്കെ ചപ്പളാച്ചി പറഞ്ഞ് അടിച്ച് പഴയ കഥയും പറഞ്ഞ് ഇതുപോലെ വീഡിയോ ഇട്ടാൽ മതിയെന്നേ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നോളാം. ഇതാണ് നമ്മുടെ ആളുകള്. നിങ്ങൾ ഞങ്ങളെ നശിപ്പിച്ചേ അടങ്ങൂല. അടുത്തത് പ്രമീള ദേവദാസൻ. അജുവേട്ട, സരിത ഇന്ന് എൻ്റെ പിറന്നാൾ ആണ്, ഒന്ന് വിഷ് ചെയ്യുമോ? സൂപ്പർ. 28-ാം തീയതി. അയ്യോ, ഇത് 4 ദിവസം മുന്നത്തെ. എന്തായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഞങ്ങൾ അതിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ പറയുന്നു കേട്ടാ. സാലി ജോൺ. നിങ്ങളുടെ എല്ലാ വീഡിയോകളും കാണുന്ന ഒരു മുംബൈ വാസിയാണ് ഞാൻ. എൻ്റെ പേര് സാലി എന്നാണ്. പല കമ്പനിയും റിപ്ലൈ തന്നിട്ടില്ല. പോട്ടെ, സാരമില്ല. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഒരു അന്തോണി വെല്ലിപ്പന്റെ വീഡിയോ പണ്ട് ചെയ്തില്ലേ, ഒരു പ്രാവശ്യം കൂടി ഒരു വീഡിയോ കൂടി ചെയ്യുമോ? അന്തോണി ചേട്ടൻ മരിച്ചുപോയി, കുറച്ച് നാൾ മുമ്പ് മരിച്ചുപോയി. ഇപ്പം ആളുടെ വീടിൻ്റെ ബാക്കിലെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതിപ്പോൾ മുറിച്ചു കംപ്ലീറ്റ്. ആ കാട് പോലെ തനി കാട് പോലെ നടന്നു. നമ്മുടെ ഈ ചുരുളിയിലത്തെ ആ വേട്ടയാടാൻ പോണതില്ലേ, ആ ഭാഗം ഷൂട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ്. ആ മരങ്ങൾ കംപ്ലീറ്റ് മുറിച്ചു. അവിടെ ഒരു മക്കളൊക്കെ ഭാഗം വെക്കാനാണോ എന്തിട്ടാന്ന് അറിയില്ല, മരങ്ങളൊക്കെ മുറിച്ച് അവിടെയൊക്കെ വെടുപ്പാക്കി. അപ്പൊ ഞാൻ അന്തോണി ചേട്ടൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അടുത്തത് ഷഹീറ. പാവം സരിത, അജുവേട്ടൻ എന്ത് പറഞ്ഞാലും എന്ത് പൊട്ടത്തരം പറഞ്ഞാലും അത് ശ്രദ്ധയോടെ കേട്ട് അതിന് മറുപടി പറയും. ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അടുത്തത് ഹസീന ജാസ്മിൻ MS. ഗുഡ് മോർണിംഗ്. എനിക്ക് അജുവേട്ടന്റെ ആംഗ്യഭാഷ കണ്ടപ്പോഴേ മനസ്സിലായി ഞങ്ങളോടത് പറയാനാണെന്ന്. സരിതയ്ക്ക് മനസ്സിലാവണ്ടേ? എന്തായാലും ജയന്തി ചേച്ചിക്ക് മനസ്സിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ല, ഐസാണ് വെക്കണേന്ന് പറയെന്ന് പറഞ്ഞില്ലേ. എനിക്ക് ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി ഇതല്ല, അല്ലാത്ത സമയത്തും ഇങ്ങനെ വരും. ഇതെന്തുട്ടാ? ഞാൻ പറയാം. ചോറുണ്ട് കഴിഞ്ഞിട്ട് വായയിൽ വെള്ളം പിടിച്ച് കൊൽക്കുഴിയില്ലേ, ഈ വായയിൽ വെള്ളം പിടിച്ച് കഴിഞ്ഞാൽ എന്നോട് വർത്താനം പറയാൻ വരും. അതങ്ങോട്ട് കൊൽക്കുഴി തുപ്പി കളഞ്ഞിട്ട് എന്നോട് കാര്യം പറയാൻ വന്നൂടെ? അതിന് ഈ വായിൽ വെള്ളം ഇതിങ്ങനെ അന്നാ മര്യാദയ്ക്ക് ആംഗ്യം കാണിക്കാൻ അറിയോ? അതുമില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ പറയാം, അതാ തുപ്പി കളഞ്ഞിട്ട് പറഞ്ഞൂടെ. അപ്പം
നിന്നൊന്നും പറഞ്ഞു എന്നിട്ട് തുപ്പിയാളിട്ട് പറയാം നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി നിന്റെ അടുത്തൊന്ന് എന്നിട്ടാണ് റൊമാൻറ്റിക് ആവേ അങ്ങനെ വരാൻ നോക്കിയാലും നിനക്കത് വേണ്ട. റൊമാൻറ്റിക് ആവണാണ് ഈ കൊൽക്കുഴി വായിൽ വെള്ളം പിടിച്ചിട്ട് വർത്താനം പറയാൻ. എന്തിട്ട് കാര്യമായിരുന്നു ഞാൻ അങ്ങോട്ട് വായിൽ വെള്ളം പിടിച്ച് പറയാൻ വന്നേ. എന്നിട്ട് എനിക്ക് അത് ഓർമ്മയില്ലേ, പറയാൻ വന്നത് ഓർമ്മയുണ്ട്. ശൈലജ നല്ല മഴക്കാരായി വേഗം വായിച്ചോ. വേഗം വായിക്കേ. അല്ല വേഗം വായിച്ചാൽ മഴയൊക്കെ ഒന്ന് നിമിഷം. മഴയൊന്നും പെയ്യില്ല, ഞാൻ ആയം പോലെ വായിക്കുള്ളൂ. ശൈലജ വിശ്വപ്രസാദ്, പുന്നാരമീൻ സൂപ്പറാ. മുനമ്പം എൻ്റെ വീടിൻ്റെ അടുത്താണ്. എൻ്റെ വീട് മാല്യങ്കരയാണ്. അജു സരിത, 2018 മുതൽ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ അംഗത്തെ പോലെയാണ് നിങ്ങൾ. അപ്പൊ ഏതാണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയത് 2018 അപ്പോൾ തന്നെ കാണുന്നുണ്ട്. നമ്മളെ ബിന്ദു ചേച്ചി നായരമ്പലത്തേക്ക് പോകുമ്പോ മാലിങ്കര പഠിക്കാണ് പോയത്, ഓർമ്മയില്ലേ? പിന്നെ പുന്നാരമീൻ ഗംഭീര ടേസ്റ്റ് ആണ് അല്ലേ? അടുത്തത് അനീസ്, നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ അവർ നല്ല സ്വാദം ഉണ്ടെന്ന് പറയും കൂടി ചെയ്താൽ പിന്നെയും പറയേം വേണ്ട, അത്രയും ഹാപ്പി. അതെ, ജയന്തിക്ക് അങ്ങനെയാണ്. മറ്റുള്ളവർ കഴിച്ച് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും ആൾക്ക് ഇഷ്ടം ആൾക്ക് സ്വയം. അതെ അതെ, ജയന്തിച്ച് പറയില്ല അത് നമുക്ക് ഇഷ്ടപ്പെടണേന്ന്. ആള് കണ്ട കൊറേ കടുക് പൊട്ടിക്കുമ്പോ ഒരു ലോഡ് കടുക് കിട്ടും. അപ്പൊ തന്നെ ഞാൻ അയ്യോ നശിപ്പിച്ചു. കാരണം എനിക്ക് കടുക് തീരെ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ആ കൂട്ടാൻ കഴിച്ചപ്പോ ആ കടുകിൻ്റെ അത് ഫീൽ ചെയ്തേ ഇല്ല കേട്ടാ. അതങ്ങനെ ഒരു കൂടുതലായിട്ട് തോന്നിയില്ല. അപ്പൊ ആള് പറയാ ഞാൻ മറ്റുള്ളവരുടെ കാര്യം നോക്കില്ല, എനിക്കത് ഇഷ്ടമാണ്, അപ്പൊ ഞാനത് ഇടുന്നു. പ്രീത അശോക്, ഞാൻ നിങ്ങളുടെ ചാനൽ കാണാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കമന്റ് ഇടുന്നത്. എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ്, ഉള്ളിലേക്കും കിട്ടി, സൂപ്പറാണ്, ലവ് യു ഗൈസ്. താങ്ക് യു. അടുത്തത് അനു, ലഞ്ച് ടൈമിലാണ് വീഡിയോ കാണുന്നത്. ജയന്തി ചേച്ചിയുടെ മീൻകറിയും മത്തങ്ങ പച്ചടിയും കണ്ടപ്പോൾ കൊതിയായി. ജയന്തി ചേച്ചിയുടെ ബാങ്കിലെ ജീവനക്കാർ എന്ത് ഭാഗ്യവാന്മാരാണ്. ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും അവരുടെ കീഴിൽ ജോലി എടുക്കുന്ന ജീവനക്കാരോടുള്ള പെരുമാറ്റവും. അവർ ഫ്രണ്ട്സ് പോലെയാ. ജയന്തി ചേച്ചി ചിക്കൻ കറി ആയിക്കോട്ടെ അടുത്ത വീഡിയോയിൽ. ജയന്തി ഓരോ പാചകങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും. അവിടെ എല്ലാവരും വട്ടം കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറയാ. അത് പറഞ്ഞ സമയം കൊണ്ട് കഴിയുന്നേ. അന്ന് കാലത്ത് കണ്ട ഷൂട്ടിങ്ങിന് വരുമ്പോഴേക്കും എത്ര തരം ചിക്കൻ കറി വെച്ച് ബാങ്കിലേക്ക് എത്തിച്ചു. വീട്ടിലുള്ളവർക്ക് ഒരു കറി വെച്ചു, പിന്നെ ബീഫും കൂർക്കും വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. രാജ്കുമാർ, കൂടെയുള്ളവരെ പിടിച്ച് അമ്മയും അമ്മായിയമ്മയും അമ്മൂമ്മയും ഒക്കെ ആയി അഭിനയിപ്പിച്ച് എന്നും നമ്മുടെ കോളേജ് കുമാരിയായി വിലസുന്ന നമ്മുടെ സരിതക്കുട്ടി. അജു നീ സൂക്ഷിച്ചോ, അച്ഛനായി നിന്നെയും അഭിനയിപ്പിക്കുന്ന കാലം വിദൂരമല്ല. അതെനിക്ക് സന്തോഷമായുള്ള കാര്യമാണ്. അടുത്തത് ഷനോജ് കൗസ്തുഭ, അജു ചേട്ടന് തിന്നാൻ 10 കിലോ ലേഹി ആദ്യം മാറ്റി വയ്ക്കാൻ മറക്കണ്ട, ഈ പായനെ കൊണ്ട് തോറ്റു. അതെ, ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടില് നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ വന്ന് ഉള്ളിലേക്കും കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കാരണം ഞാനതൊക്കെ മുഴുവൻ എടുത്ത് തിന്നുന്നു. ശരി, അതും ഒരു കാരണം തന്നെയാണ്. ഞാൻ എന്റെ വീട്ടിൽ വെച്ചോളൂ, അവിടെ ആൾക്കാർ വന്ന് വാങ്ങിച്ചോട്ടെ. ഇനി വേണേ തുന്തുരുണ്ട് 2 ഷോപ്പിലും വെക്കാം ഉള്ളിലേക്കും. ഇവിടെ എന്തായാലും വെക്കില്ല. അടുത്തത് രേഷ്മ നരോത്തമൻ, ഞാൻ എന്നും സ്ഥിരമായി നിങ്ങളുടെ വീഡിയോ ആണ് ആദ്യം കാണുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ ആണ് വെക്കാറ്. എനിക്ക് നിങ്ങളുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. കൂടാതെ നിങ്ങൾ 3 പേരെയും നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയിക്കട്ടെ. പക്ഷെ വീഡിയോ നിർത്തരുത്. വീഡിയോ നിർത്തില്ല, വീഡിയോ ആണ് നമ്മുടെ ജീവൻ. നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തണമെങ്കിലും നമ്മളെ ബിസിനസ് ആ വഴിക്ക് പൊക്കോളും, അതാ വഴിക്ക് പോയോളും. ഭാരതി ആനന്ദ്, ഞങ്ങൾ തൃശ്ശൂർ പോയി 10 ബോട്ടിൽ വാങ്ങി കഴിച്ചു തുടങ്ങി. സൂപ്പറാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. അടുത്തത് പെഗാസസ് ടൈപ്പിംഗ്, ഇയാള് മനുഷ്യനെ ചിരിപ്പിച്ചു കൊല്ലുമല്ലോ, ആകാശെങ്കിലും മുത്തച്ഛൻ പോലെ ചോളം. ഞാൻ നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്, കമന്റ് ഇടൽ കുറവാണെന്നേ ഉള്ളൂ. 2 days ബാക്ക് ഉള്ള മഴ വീഡിയോ അടിപൊളി. ഞാനത് എനിക്ക് ഈ നമ്മുടെ ചോളത്തിന്റെ അവിടെ ഇവിടെയും ആയിട്ടുള്ളതല്ലേ ശരിക്ക്, അത് ആ സമയത്ത് തോന്നിയൊരു വാക്കാണ്, ആകാശങ്കര മുത്തച്ഛന്റെ പോലെ. ഞാൻ എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ആകാശങ്കരത്തെ ആ സീൻ എടുത്ത് നോക്കിയപ്പോ ശരിക്കും അതുപോലെ തന്നെയാണ് ആളെ തലമറിച്ച്. അത് ഇതിൽ കമന്റ് ഉണ്ട്, അത് പറഞ്ഞിട്ട് ആലോചിച്ചപ്പോ അതുപോലെ തന്നെ തോന്നിന്ന്. അടുത്തത് സിർണി, ആകാശഗംഗയിലെ മുത്തച്ഛന്റെ കാര്യം അജു ചേട്ടൻ പറയുന്നത് കേട്ട് ഒരുപാട് ചിരിച്ചു. ഞാൻ സത്യം പറയാലോ, ഇന്ന് ഞാൻ അത് പിന്നെയും അതുമേ 4 കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ പൊട്ടിച്ചു. അപ്പം അതിനെ പൊട്ടിച്ചു. വീഡിയോയിൽ കാണില്ല, വീഡിയോ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം. അതല്ലാതെ ഇന്ന് പുഴുങ്ങി. അപ്പം ഈ ആകാശഗംഗയിലത്തെ മുത്തച്ഛനെ പറഞ്ഞ സാധനം ഞാൻ എടുത്തില്ല. എനിക്ക് എന്താണാവത്.
കാണുമ്പോൾ അത് ഓർമ്മ വന്നിട്ട് അത് പുഴുങ്ങിയില്ല, അത് മാത്രം. അടുത്തത് വിനോദ് ചിറയിൽ. സരിത സരിത ഇവർക്ക് രാവിലെ പൂട്ടിയിട്ടതല്ലേ, ഇടയ്ക്ക് ഇവറ്റകൾക്ക് മുള്ളാനൊക്കെ ഉണ്ടാവും. അപ്പൊ അജു ഇതിന്റെ ഇടയിലെല്ലാം ഞാൻ മുള്ളിന്ന് അങ്ങനെ പറഞ്ഞ ചേട്ടൻ. എന്താ പറഞ്ഞു ഞാൻ. മുല്ല ഷെബീർ, സാധാരണ പ്ലാവിൽ ചക്കയാണ് ഉണ്ടാകാറ്, പക്ഷെ അജുവേട്ടന്റെ പ്ലാവിൽ കുമ്പളങ്ങ ഉണ്ടായിരിക്കുന്നു. ഇതുപോലത്തെ ഒരു അത്ഭുത പ്രതിഭാസമുള്ള ഒരു മാവ് ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അതിൽ നിറയെ കോവയ്ക്കയും പാഷൻ ഫ്രൂട്ടും ഉണ്ടായി. അത്ഭുതം കൊണ്ടിരുന്ന് ഞങ്ങൾ തുള്ളിച്ചാടി. വെട്ടോഴിയിലൂടെ പോകുന്നവർ താടിക്ക് കയ്യും കൊടുത്ത് ഇത് തന്നെ നോക്കി നിന്ന്. എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്ക് ഇത് TV ചാനലിൽ കൊടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, പത്രക്കാർ വന്ന് ചാനലുകാർ വന്ന് ആകെ ബഹളമയമാവും, എനിക്കൊരു ക്രെഡിറ്റും വേണ്ട. ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടാവും അജുവേട്ടാ, അതാണ് നമ്മൾ രണ്ടുപേർക്കും ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കണമെന്ന്. തുന്തുരുവിന്റെ പുതിയ കടയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നിട്ടും പറയണ്ട. അല്ല, അത് ശരിയായിരിക്കും, നിങ്ങൾ ഭയങ്കര നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതാണ് നിങ്ങൾക്ക് മാവുമ്മ കോവയ്ക്കും പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായത്, ഇവിടെ കുമ്പളങ്ങയൊക്കെ ഉണ്ടായത് പ്ലാവുമ്മ അല്ലേ. അടുത്തത് മിനു ജോർജ്. എൻ്റെ പൊന്നോ, നിങ്ങളെ കൊണ്ട് തോറ്റ് ചിരിച്ച മനുഷ്യന് വയറ് തന്നിച്ചു, ഒരു രക്ഷയില്ല. ഇത് വീഡിയോ മൊത്തം കാണുന്നതിന് മുമ്പേ ടെക്സ്റ്റ് മെസ്സേജാണ് കേട്ടാ, ഒരു മെസ്സേജ് കൂടെ പ്രതീക്ഷിക്കാൻ കേട്ടോ. അങ്ങനെ സന്തോഷം. ഇരുട്ടായില്ലേ പെട്ടെന്ന്. സമയം 5:45 പക്ഷെ ഭയങ്കര ഇരുട്ടായി. ആ സൈഡിൽ നിന്ന് നിറയെ കാര് കുത്തി, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നാടകം പഠിക്കാൻ പറ്റണമെന്ന് താല്പര്യമുള്ളവരൊക്കെ അന്ന് കൊടുത്തിട്ടുള്ള നമ്പറില്ലേ അതിലൊന്ന് വിളിച്ചു ചോദിക്കോ, ഞങ്ങൾ ഈ ആഴ്ച കൂടി പറ്റുമെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് ഇല്ലല്ലോ, അല്ല ഇന്നലെ കാലത്തല്ലേ ഇടാമല്ലോ ഈ വീഡിയോ. അല്ല 3 ഞായറാഴ്ച വരെ പറ്റുന്ന ചേട്ടനല്ലേ പറഞ്ഞത്, അപ്പോൾ പറ്റും. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നിങ്ങൾ ഇനി വീണ്ടും എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.